വാസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. പോയിന്റ് നമ്പർ 2, വേൾഡ് വാർ. 14 മുതൽ 18 വരെ ഉണ്ടായ വേൾഡ് വാർ അന്ന് വരെ ഉണ്ടായ മനുഷ്യന്റെ ചിന്താഗതിയെ മൊത്തത്തിൽ മാറ്റിമറിച്ചു. അതുവരെ 19th സെഞ്ചുറിയിലൊക്കെ ആൾക്കാർ വിചാരിച്ചിരുന്നത് 20th സെഞ്ചുറിയിൽ സയൻസിന്റെ ഡെവലപ്മെന്റ് കാരണം ആളുകൾ ജീവിതം ഭയങ്കര സ്വർഗം പോലെയാവുന്നതാണ്. എന്നാൽ ആളുകളെ ബോംബിട്ട് നശിപ്പിക്കാനാണ് സയൻസിന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വെസ്റ്റേൺ ഫിലോസഫി അതുവരെ മുന്നോട്ട് വെച്ചിരുന്ന ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫെയ്ത്ത് ഇല്ലാതെയാവുകയാണ്. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 2. അങ്ങനെ ഫെയ്ത്ത് ഇല്ലാതെ ആയപ്പോൾ ആ ഒരു ബ്രേക്കിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഈ എല്ലാതരം റൂൾസും ലംഘിച്ചുകൊണ്ട് എഴുത്തുകാർ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റാഡിക്കൽ എക്സ്പെരിമെന്റേഷൻ വിത്ത് ഫോം ആൻഡ് സ്റ്റൈൽ, കണ്ടന്റിന് അല്ല കൂടുതലായിട്ടുള്ളത്, അതിന്റെ പ്രസന്റേഷനിലാണ് മോഡേണിസം ഉണ്ടായിട്ടുള്ളത്. തീമൊക്കെ പഴയത് തന്നെയാണ്, ലവ് തന്നെയാണ് ലേറ്റിന്റെ കവിതയുടെ തീമും. പക്ഷെ തുടങ്ങുന്നത് ലെറ്റ് us go you and I when the evening is spread out against the sky like a patient teeth raised upon a table എന്നാണ് ഒന്നാമത്തെ വരി. വരികളിൽ അതിന്റെ ട്രീറ്റ്മെന്റിലാണ് ആ മോഡേണിസം ഉണ്ടായത്. പ്രേം, നെക്സ്റ്റ് സ്ലൈഡ്. Yeah. So that war I have actually pointed out, and they also raised doubts on adequacy of traditional literary methods. So to express the most modern thoughts, the earlier forms were inadequate. പഴയ കാലത്തെ സമ്പ്രദായങ്ങളിൽ പുതിയ റിയാലിറ്റി അവതരിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് they wanted to have a new form. ഇതാണ് മോഡേണിസം എന്ന് ബേസിക്കലായിട്ട് പറയുന്നത്. ഇതിൽ ഓരോ കാറ്റഗറിയിൽ 1-2 ആൾക്കാർ പേര് പഠിച്ചു വയ്ക്കുക. എല്ലാവരെ പറ്റിയും പറയാൻ സമയമില്ല. കാഫ്കയുടെ ഒരു നോവലിനെ പറ്റി മാത്രം പറയാം, ട്രയൽ എന്നുള്ള നോവൽ കാഫ്കയുടെ. അതിലെ സെൻട്രൽ ക്യാരക്ടർ ജോസഫ് കെ. അയാളുടെ ബർത്ത്ഡേ എന്ന് അവകാശപ്പെടുന്ന ഒരു ദിവസത്തിൽ ഹി വാസ് അറസ്റ്റഡ് ഫോർ റീസൺസ് അൺനോൺ. പിന്നെ അയാളെ കോടതി നടപടിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ കോടതിയിൽ അയാൾ എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിക്കും, അയാൾക്കൊന്നും അറിയില്ല. ആൻഡ് അയാൾ അവസാനം തൂക്കിക്കൊല്ലാൻ വിധിക്കും. എന്നിട്ട് അയാളെ കൊണ്ടുപോവുകയാണ്. അപ്പോഴും അയാൾക്ക് അറിയില്ല അയാൾ ചെയ്ത കുറ്റം എന്താണ്. അപ്പോൾ ഒരു ഹിറ്റ്ലറിയൻ അതുപോലത്തെ ഒരു ഗവൺമെന്റിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങൾ Okay, Prashant sir, ഇതിലൊരു ചെറിയ പ്രോബ്ലം വന്നിട്ടുണ്ട്. We are going to Imagism. In Imagism, there is a doctrine and ഇതിന്റെ Prashant continue ചെയ്യുന്നോ? Yeah, continue, Prem. Okay. Yeah, no, you continue. It's okay. Over. Yeah, in Imagism, the doctrine and practice of a small but influential group of American British poets calling themselves images. Even a year, it was between 1912 and 1917. Yeah. This is also part of the modernist movement. And it was also coined by Ezra Pound. And he produced economical poems. I mean, short poems, mainly characterized by the use of a few hard and clear images. And they also started rejecting this cloudy verbiage. Instead, at a new clarity and exactness of the short lyric poem. They were also influenced by the haiku poems now, structural poems, and partly by ancient lyrics. And they want conciseness, they want directness, and they build their poems around a single image. Adil perseverana D.H. I mean, novelist ആണ് D.H. Lawrence. പിന്നെ poems Hilda Doolittle, Ford Madox Ford, William Carlos Williams. പരിചയമുള്ള പേരുകൾ പഠിക്കാം. And they also brought out a Imagist manifesto edited by Ezra Pound. പൗണ്ട് ഇത് ഇത്രയും കാര്യങ്ങളാണ്. ഇമേജിസം ആക്ച്വലി മോഡേണിസത്തിന്റെ ആദ്യത്തെ ഭാഗമാണ്. ഇമേജിസ്റ്റ് മാനിഫെസ്റ്റോ എസ്ര പൗണ്ട് കൊണ്ടുവന്നതിന് ശേഷം ഈ ഹൈക്കു പോയിട്രിയുടെ സ്വാധീനത്തിൽ ഇവർ എഴുതിയ അതിൽ പൗണ്ട് എഴുതിയിട്ടുള്ള വളരെ പ്രസിദ്ധമായ കവിതയാണ് ഇൻ എ മെട്രോ. ദ അപ്പാരിഷൻ ഓഫ് ദീസ് ഫേസസ് ദ ക്രൗഡ്, പെറ്റൽസ് ഓൺ എ വെറ്റ് ബ്ലാക്ക് ബൗ. ഇതാണ് 2 വരി. ഈ 2 വരി കവിതയ്ക്കാണ് പ്രേമാനന്ദ നേരത്തെ പറഞ്ഞ പോലെ ഫ്രാഗ്മെന്റേഷൻ പോയിംസ് എന്ന് പൗണ്ട് വിളിച്ചത്. വളരെ ചെറിയ ഇമേജസ് മാത്രം. ഈ ഇമേജിസം പിന്നീട് വലിയ മൂവ്മെന്റ് ആയിട്ടുള്ള സിംബോളിസത്തിൽ ലയിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണേ, പിന്നെ സ്ക്രീൻഷോട്ട്സ് കൊടുക്കണം.
You just keep taking screenshots. അടുത്തത് Impressionism. Impressionism is a style painting developed in France in the late 19th century. Here they start using colors to show the effect of light on things and suggest atmosphere rather than showing the exact details. ആളുകൾ ചിത്രം വരയ്ക്കുമ്പോൾ നമ്മളെ മുഖം കാണുന്നതിന് പകരം നമ്മൾ ലൈറ്റും കളറും ഉപയോഗിച്ച് ഒരു ചിത്രം ഞാൻ കാണിക്കാം. ഞാൻ എടുക്കുമ്പോൾ കാണിക്കാം. ഒരു ഇമേജിസ്റ്റ്, എക്സ്പ്രഷനിസ്റ്റ് പെയിന്റിംഗ്, ഇംപ്രഷനിസ്റ്റ് പെയിന്റിംഗ് കാണിക്കാം. Okay, അപ്പോഴത്തേക്ക് ഞാൻ ഇത് ഒന്ന് മുന്നോട്ട് പോവാം. So Impressionism in literature is neither a school nor movement, but a kind of subjective tendency manifested in descriptive techniques. അപ്പോൾ അതൊരു പ്രത്യേക മൂവ്മെന്റ് ഒന്നും അല്ല, but because of this using light, the effects of light on things, ആ ഒരു ഇത് കാരണത്താലാണ് ഇവർ Impressionism എന്ന് പറയുന്നത്. And it is found in symbolist and imagist poetry, and also in certain prose fiction works, and in novels. Examples are Joseph Conrad's novels and Virginia Woolf's novels. The impressionistic criticism is the kind of criticism that restricts itself describing the critic's own subject response to literary work rather than ascribing intrinsic qualities to it in the light general principles. കൂടുതൽ ഈ ഇത് ലൈറ്റ് ജനറൽ പ്രിൻസിപ്പിൾസ് ആണ് അവര് കൂടുതൽ അതിൽ they would sort of criticize their own work. അല്ലേ പ്രശാന്ത്? Yeah. Share screen, Yeah, but I'll just manage. Now, impression. I'll be bringing you one picture of impressionist painting. But as Dr. Premad has rightly pointed out, this movement has this is a pre-runner to modernism. Impressionism started in late 19th century in France. ഞാൻ നേരത്തെ പറഞ്ഞു യൂറോപ്പിൽ മറ്റു രാജ്യങ്ങളിൽ ലിറ്ററേച്ചറിൽ ഇത് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട്. മോഡേണിസം തന്നെ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട്. അതിൽ ഇംപ്രഷനിസം ആണ് ആദ്യമായിട്ട് വന്നൊരു മാർക്കവേ മൂവ്മെന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ലിറ്ററേച്ചറിൽ അതൊരു പ്രത്യേക സ്കൂളായിട്ട് നിലനിന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടില്ല. അത് പെയിന്റിങ്ങിലാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ അതിന്റെ സ്വാധീനം ലിറ്ററേച്ചറിൽ ഉണ്ടായിരുന്നു. കാരണം ഈ പെയിന്റിംഗ് നിന്ന് ഇൻസ്പയർ ചെയ്തിട്ട് പല എഴുത്തുകാരും മാറി ചിന്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾ എന്നെ കാണുന്നത് എൻ്റെ നല്ല വൃത്തിയായിട്ടൊരു രൂപത്തിലാണ് നിങ്ങൾ എന്നെ നെറ്റ്വർക്ക് നന്നായിട്ടുണ്ടെങ്കിൽ കാണുക. ഇതേ നിങ്ങൾക്ക് നെറ്റ്വർക്ക് കുറച്ച് കുറവാണെങ്കിൽ എൻ്റെ മുഖം ഡിസ്റ്റോർട്ടഡ് ആയിട്ടോ അല്ലെങ്കിൽ കുറെ അവിടെ ഇവിടെ വരകളായിട്ടാണ് കാണുക. ഏകദേശം ഇങ്ങനെ കാണുന്ന ഒരു ചിത്രമാണ് ഇംപ്രഷനിസം എന്ന് പറയുന്നത്. എന്താണ് നമുക്ക് വന്ന ഇംപ്രഷൻ? ഇത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ 5 കൊല്ലം മുന്നേ നടന്നൊരു സംഭവം ഇന്ന് ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ അത് ചെറിയ ചിത്രങ്ങൾ, രേഖാചിത്രങ്ങളെ പോലെ ആയിരിക്കും നിങ്ങളത് ഓർമ്മിക്കുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് നടന്നു എന്ന് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ കുറച്ചൊരു വെയ്ഗായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ പ്രിസിഷൻ, ആ സാധനത്തിന്റെ പെയിന്റിംഗ് എന്ന് പറയുന്നത് പണ്ട് നിങ്ങൾക്ക് അറിയാം, ഫോട്ടോഗ്രാഫ് എടുത്ത പോലെ, നമ്മൾ ചിത്രം എടുത്ത പോലെ ക്ലാരിറ്റി ഉള്ള പെയിന്റിങ്ങിന്റെ കാലത്തു നിന്നാണ് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് വരുന്നത്. സിംബലിസ്റ്റ് പോയം എന്ന് പറയുന്ന, സിംബലിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു ലാർജർ മൂവ്മെന്റിലേക്ക് ഇതൊക്കെ ലയിക്കുകയാണ് ചെയ്തത്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇംപ്രഷനിസം ഇമേജസും ഒക്കെ സിംബോളിസത്തിൽ ലയിക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ സിംബോളിസം ഇതിനൊക്കെ ഒരുമിച്ച് സ്വായത്തമാക്കുകയാണ് ചെയ്തത്. കോൺറഡും വെർജീനിയ വുൾഫും ഒക്കെയാണ് ഇതിന്റെ മൂവ്മെന്റിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാർ. ഇവർ തന്നെയാണ് ഇമേജസത്തിലും ഉണ്ടായിരുന്നത്, ഇവർ തന്നെയാണ് സിംബോളിസത്തിലേക്കും വരുന്നത് പിന്നീട്. അങ്ങനെ ഒരു എഴുത്തുകാരനും ഒരു മൂവ്മെന്റിൽ മാത്രം നമുക്ക് തളച്ചിടാൻ പറ്റില്ല. So, impressionist criticism is a kind of a criticism which restricts itself in describing the critic's own subjective response. ഈ ക്രിറ്റിസിസത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇംപ്രഷനിസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഇംപ്രഷൻ വെച്ചിട്ട് നമ്മളൊരു വർക്കിനെ വിലയിരുത്തുമ്പോൾ, സിനിമ കണ്ടാൽ നമ്മൾ പറയുന്ന പല അഭിപ്രായങ്ങളും ഇംപ്രഷനിസ്റ്റിക് ആയിരിക്കും. നിങ്ങൾക്ക് തോന്നുന്ന ഇംപ്രഷൻ എന്താണോ അതാണ് നിങ്ങൾ പറയുന്നത്. അതുപോലെയുള്ള ക്രിറ്റിസിസത്തിനാണ് ഇംപ്രഷനിസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുക. അതിൽ പ്രധാനമായിട്ട് ഇപ്പം നമ്മളെ മലയാളത്തിൽ സാഹിത്യവാര ഫലം എന്ന് പറഞ്ഞ ഒരു പങ്ക്തി പണ്ട് കലാമുദിയിൽ എഴുതിയ കൃഷ്ണൻ നായർ ഉണ്ടായിരുന്നു, എം കൃഷ്ണൻ നായർ പ്രൊഫസറായിരുന്നു. അദ്ദേഹം ഇതുപോലുള്ള ഒരു മെത്തേഡാണ് ഉപയോഗിച്ചത്. അദ്ദേഹത്തിന് തോന്നുന്നത് എന്താണോ അത് പറയുക. ആ മെത്തേഡ് പിന്നീട് കാലഹരണപ്പെട്ടു പോയി. കാരണം അതിനൊരു സയന്റിഫിക് അടിത്തറയില്ല. എനിക്ക് തോന്നുന്നതല്ലല്ലോ യഥാർത്ഥത്തിൽ ശരി എന്ന് പറയുന്നത്, എനിക്കങ്ങനെ പലതും തോന്നും. പക്ഷെ ഒരു ക്രിട്ടിക് എന്ന് പറയുന്ന ആൾ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ടും സയന്റിഫിക് ആയിട്ടും ടൂൾ ഉപയോഗിക്കണം എന്നുള്ള വാദഗതിക്കാണ് പിന്നീട് പ്രാബല്യം ഉണ്ടായത്. മാത്രമല്ല പിന്നെ തിയറികൾ ധാരാളമായിട്ട് വന്നു. അപ്പോഴും ഈ ഇംപ്രഷനിസ്റ്റ് ക്രിറ്റിസിസം പിന്നോട്ട് തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് എക്സ്പ്രഷനിസം ആണ് അടുത്തത്.
So this is a German movement literature. It is 1910 to 1925 ആണ്. And again, here it was a revolt against the realism subject matter and style. അപ്പോൾ നേരത്തെ ആ ഇംപ്രഷനിസത്തിൽ നിന്ന് ഒരു റിവോൾട്ട് വന്നു. And painters and writers express their powerful emotion states and minds through their works. അതിൽ വിൻസെന്റ് വാൻ ഗോഗ്, ബോഡ്ലെയർ, ഡോസ്റ്റോവ്സ്കി ഇവരൊക്കെയാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായത്. They exaggerated and distorted the external features of the outer world, and they started what you call subjective reality. They used jagged lines and lurid colors, ഒരു തരം പ്രത്യേക നമുക്ക് കണ്ണിൽ സുഖമില്ലാത്ത കളേഴ്സ്. So this was sort of used to portray violent or extreme moods and feelings. And they highlighted the loneliness of the individual world of industrial and technological domination. Upon the industrial machines ഒക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. But they started highlighting those things and saying that the world would now be a lonely place to live in. Prashant? Yeah, sure. Yeah. Now we come to the next concept, Expressionism. If you ask me what is Expressionism in a sentence, I will say that Expressionism is a distortion of inner reality to project, distortion of the outer reality to project the inner reality. പുറത്ത് നമ്മൾ കാണുന്ന ഒരു റിയാലിറ്റീനെ മാറ്റിയിട്ട് അതിൻ്റെ അകത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് എക്സ്പ്രഷനിസം എന്ന് പറയുന്നത്. എക്സ്പ്രസിങ് വാട്ട് ഈസ് വിത്തിൻ. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഒരാളെ കാണുമ്പോൾ അയാൾ വളരെ ശാന്തനും സുമുഖനും സുന്ദരനും അല്ലെ സുന്ദരി ആയിരിക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ അയാളുടെ ഉള്ളിലുള്ള ഒരു ആ ആളുടെ ഉള്ളിലുള്ള അവസ്ഥ എന്താണ് നമുക്ക് പിക്ചോറിയലായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയാൽ അതൊരു എക്സ്പ്രഷനിസ്റ്റ് പെയിന്റിംഗ് ആയി എന്നാണ് പറയുക. വാൻ ഗോഗ് ആണ് പ്രധാനപ്പെട്ട ചിത്രങ്ങൾ ഞാൻ കാണിക്കാം. എൻ്റെ ടേൺ വരുമ്പോൾ ഞാൻ അതിൽ ചിത്രങ്ങളെ കാണിക്കാം നിങ്ങൾക്ക്. റിയലിസം എന്ന് പറയുന്ന അതുവരെ ഡോമിനൻ്റ് ആയി നിന്നുകൊണ്ടിരുന്ന റിയലിസം, അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാം, നിങ്ങളൊരു പുഴ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ പുഴ വരച്ചു കഴിഞ്ഞാൽ, ഒരു മരം വരയ്ക്കുകയാണെങ്കിൽ മരം വരച്ചു കഴിഞ്ഞാൽ ഈ മരം ഒറിജിനൽ മരമായിട്ട് എത്രത്തോളം അടുപ്പുണ്ട് എന്ന് നോക്കിയിട്ടാണ് നിങ്ങൾ അതിനെ ജഡ്ജ് ചെയ്യുന്നത്. മഹാത്മാഗാന്ധിയുടെ ചിത്രം വരച്ചു, നമ്മൾ മഹാത്മാഗാന്ധിയുടെ ചിത്രം വരച്ചാൽ നിങ്ങൾ ഗാന്ധിയായിട്ട് ബന്ധമുണ്ടോ നോക്കൂ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ, അപ്പം നല്ല ചിത്രം. സിംബോളിക് ആയിട്ടാണ് ഗാന്ധിയെ വരച്ചതെങ്കിൽ നമുക്കത് കണ്ടിട്ട് മഹാത്മാഗാന്ധി അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ ചിത്രം മോശമെന്നാണ് നമ്മൾ പൊതുവേ പറയും. ഇവിടെ റിയലിസത്തിനെതിരായിട്ടുള്ള റിവോൾട്ടായിരുന്നു എക്സ്പ്രഷനിസം. മാത്രമല്ല അവിടെ ഒരു തെങ്ങ് വരയ്ക്കുകയാണെങ്കിൽ ആ തെങ്ങുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല, അതൊരു സിംബോളിക് റെൻഡറിങ് ആയിരിക്കും. അത് ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. സൺഫ്ലവർ എന്നൊക്കെയുള്ള പെയിന്റിങ് കാണിക്കാം വാൻ ഗോഗിന്റെ, അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പെയിന്റേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് എക്സ്പ്രസ് ദ പവർഫുൾ ഇമോഷണൽ സ്റ്റേറ്റ്. പലപ്പോഴും ഈ എക്സ്പ്രഷനിസം കാണിച്ചത് വളരെ ഡീപ്പായിട്ടുള്ള ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. മാത്രമല്ല ബോഡ്ലെയർ എന്ന് പറഞ്ഞ ഫ്രഞ്ച് കവിയാണ്. ബോഡ്ലെയർ, പിന്നെ മലാമെ, ഇവരൊക്കെ ഫ്രഞ്ച് കവികളാണ്. ബോഡ്ലെയർ ഒരു ബുക്കിന്റെ ടൈറ്റിൽ തന്നെ ദ ഫ്ലവേഴ്സ് ഓഫ് ഈവിൾ എന്നാണ്. ഡോസ്റ്റോവ്സ്കി ഡെഫിനറ്റ്ലി റഷ്യയിലെ വളരെ ഏറ്റവും മഹാനായ എഴുത്തുകാരൻ, ഒരു പക്ഷേ ലോകത്തെ ഏറ്റവും അധികം ആദരിക്കുന്ന എഴുത്തുകാരൻ, നോവലിസ്റ്റ്. ഡോസ്റ്റോവ്സ്കിയുടെ ഒരു നോവൽ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചർ പഠിക്കുന്ന കുട്ടികൾക്ക് മോശമാണ് ശരിക്കും പറഞ്ഞാൽ. സ്റ്റിൻബർഗ്, ഓഗസ്റ്റ് സ്റ്റിൻബർഗ്, അദ്ദേഹം ഗംഭീര നാടക ആചാര്യനാണ്. സ്റ്റിൻബർഗ് ഒരു ട്രെൻഡ് സെറ്ററാണ് നാടകത്തിൽ. വേർ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് ടു ദിസ് പെർട്ടിക്കുലർ മൂവ്മെന്റ്. ഇപ്പൊ നാടകത്തിൽ എങ്ങനെയാണ് എക്സ്പ്രഷനിസം ഉണ്ടാക്കുക എന്ന് ചോദിച്ചാൽ അതൊക്കെ കുറച്ച് വിശദീകരിക്കാൻ സമയമെടുക്കുന്ന ഏരിയയാണ്, അതിലേക്കൊന്നും നമ്മളിപ്പോൾ കടക്കണ്ട. അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളത് കവിതയിലും നാടകത്തിലും നോവലിലും ഈ ഒരു ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്, എക്സ്പ്രഷൻ കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ കൂടുതലും അത് പെയിന്റിങ്ങിലായിട്ടാണ് ബന്ധപ്പെട്ടത്. പ്രത്യേകിച്ച് ഇതിന്റെ പ്രാക്ടീസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എക്സാജറേഷൻ ആൻഡ് ഡിസ്റ്റോർഷൻ ഓഫ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഔട്ടർ വേൾഡ് ടു പ്രൊജക്ട് ദ സബ്ജക്റ്റീവ് റിയാലിറ്റി, ഇന്നർ റിയാലിറ്റി. അപ്പോൾ നമ്മൾ പുറത്ത് കാണുന്ന സംഭവങ്ങളെ മാറ്റി നിർത്തി അകത്തേക്ക് കയറി നോക്കുന്ന ഒരു രീതിയാണ് ഈ എക്സ്പ്രഷനിസം മുന്നോട്ട് വെച്ചത്. ജാഗഡ് ലൈൻസും ലൂറിഡ് കളേഴ്സും ആണ് അവർ ഉപയോഗിച്ചത്. നേരെയുള്ള വരകൾ വരയ്ക്കില്ല, ജാഗഡ് ആയിട്ടുള്ള വരയ്ക്കും. ലൂറിഡ് ആയിട്ടുള്ള കളേഴ്സ്, നമ്മൾ സാധാരണ ഉപയോഗിക്കാത്ത തരത്തിലുള്ള കളർ കോമ്പിനേഷൻസ് ആണ് ഉപയോഗിച്ചത്. വയലന്റ് മൂഡുകളാണ് പലപ്പോഴും കണ്ടത്. വാൻ ഗോഗ് അതിന്റെ മരണം പോലും ഒരു എക്സ്പ്രഷനിസ്റ്റ് പെയിന്റിങ് മാതിരിയാണ്. അദ്ദേഹം കത്തിക്കുത്തിലാണ് മരിക്കുന്നത്. അപ്പോൾ സ്വന്തം മരണം പോലും ഒരു പെയിന്റിങ് ലെവലിൽ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഒരു അവസാനം അങ്ങനെയാണ് ഉണ്ടായത്. അത് വെരി അൺഫോർച്ചുനേറ്റ് ആണെങ്കിൽ പോലും അത് തന്നെ ആ രീതിയിലാണ് സംഭവിച്ചത് എന്നുള്ളതാണ് എൻ്റെ ഒരു മറ്റൊരു മറുവശം.
highlighted the loneliness of the individual in an industrial and technological domination. ടെക്നോളജിയും ഇൻഡസ്ട്രിയലൈസേഷനും വല്ലാതെ ഒറ്റപ്പെടുത്തുന്ന മനുഷ്യന്മാരുടെ അവസ്ഥയാണ് കൂടുതൽ. അതുകൊണ്ട് അവിടെ നേരേഖ വരയ്ക്കാണ് ജാഗഡ് ലൈൻസ് വരച്ചിട്ടുള്ളത്. So this is what has been explained. Yeah. Okay, Surrealism. Back to Surrealism is 20th century style movement in art literature in which images are not connected but are put together in a strange or impossible way. So they actually try to express what is happening deep inside the mind. And this particular term was brought out by Guillaume Apollinaire, 1917 Lana. And this aim was a sort of revolution against all the restraints on the free functioning of the mind. About the restraints that were actually logical reason or standard morality or social artistic conventions. The expressed aim was a sort of revolution against all these restraints. Prashant. Yeah. Just a second. Yeah. So now we move to the next item, or maybe next level presentation, and let us just see what are we have. Yeah, Surrealism. What is Surrealism? To put it in a very simple term, Surrealism can be explained as a super realism. അതായത് നിങ്ങളിങ്ങനെ നടന്നു പോകുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ ഓടിയിട്ട് പോകുന്നു, അത് കഴിഞ്ഞ് പെട്ടെന്ന് നിങ്ങൾ പറന്നു പോകുന്നു. ഈ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ നിങ്ങൾ സറിയലിസമാണ് ഉപയോഗിക്കുന്നത്. വിഷവിഖ്യാതമായ മൂക്ക് എന്ന ബഷീർ നോവലിൽ അദ്ദേഹം ഉപയോഗിച്ചത് ഈ ഒരു ടെക്നിക്കാണ് ആക്ച്വലി. പക്ഷേ നമ്മൾ ആ കാലത്ത് ഈ വാക്കുകളോ ഈ ഒരു സംജ്ഞയൊന്നും വളരെ പോപ്പുലർ അല്ല നമ്മുടെ നാട്ടിൽ. മാജിക്കൽ റിയലിസം, സറിയലിസം എന്ന വാക്കുകളൊന്നും കോമൺ അല്ല. അപ്പൊ സറിയലിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി സെഡ് ആസ് എ സൂപ്പർ റിയലിസം. റിയലിസം ഇപ്പോൾ ഹാരി പോട്ടർ നോവലൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ സറിയലിസ്റ്റ് മോഡിൽ എഴുതപ്പെട്ടതാണ്. സറിയലിസം ആ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് എഴുതപ്പെട്ടതാണെന്നല്ല ഞാൻ പറഞ്ഞുള്ളൂ. അതിൽ പല സംഭവങ്ങളും ഒരു സറിയലിസ്റ്റിക് സ്വഭാവമുള്ളതാണ്. അതായത് സറിയലിസ്റ്റ് ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സറിയലിസ്റ്റ് രീതി ഉപയോഗിക്കുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ചൈനീസ് ഭാഷയിലെല്ലാം ചിത്രങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചൈനീസ് ഭാഷ. നമ്മളെ മാതിരി അക്ഷരമാല ക്രമത്തിലല്ല ചൈനീസ് ലാംഗ്വേജ്, പ്രത്യേകിച്ച് മാൻഡറിൻ പോലത്തെ ലാംഗ്വേജ് ഉള്ളത്. ചൈന ലാംഗ്വേജിൽ സബ്ജക്റ്റീവാണ് വളരെയധികം. നിങ്ങൾക്ക് ഒരു കാര്യം പറയണമെങ്കിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു കണ്ണിന്റെ ചിത്രവും രണ്ട് കാലും, കണ്ണ് രണ്ട് കാല്, ഇത് വരച്ചാൽ അതിൻ്റെ അർത്ഥം സീ എന്നാണ്. കാണുന്നു. കാണുക എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ കണ്ണ് ഞാൻ എന്താണോ കാണാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ ചിത്രം പതിയാണ്. അതാണ് കണ്ണും അതിൻ്റെ അടിയിൽ രണ്ട് കാലും വരയ്ക്കുന്നത്. അല്ലെങ്കിൽ ഒരു മാൻ ഇൻ ദ മൂവ്, ഒരാൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു മാൻ്റെ അപ്പർ പോർഷനും താഴെ ഒരു വീലും വരച്ചാൽ, താഴെ ഒരു വീൽ എന്ന് പറഞ്ഞാൽ ഒരു ചക്രവും അതിൻ്റെ മുകളിൽ ഒരു മനുഷ്യനെയും വരച്ചാൽ അതെന്താണ്? ഒരാൾ ഓടുന്നു എന്നുള്ള സൂചന കിട്ടും. ഇതൊക്കെ ഒരു സറിയലിസ്റ്റ് ഇമേജിന്റെ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാണ്. So what you get is a strange and impossible combination, just like a dream. ഡ്രീം എപ്പോഴും സറിയലിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സറിയലിസ്റ്റിക് ആയിരിക്കും എപ്പോഴും. കാരണം നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്ന പലപ്പോഴും നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ നിങ്ങളെ വീടായിരിക്കും കാണുന്നതെങ്കിലും സ്ഥലമൊക്കെ വേറെ ആയിരിക്കും. നിങ്ങളെ കുടുംബക്കാരെയാണ് കാണുന്നതെങ്കിലും വീട് വേറെ ആയിരിക്കും. ഇനി നിങ്ങളെ വീടും കുടുംബക്കാരാണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനം അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വേറെ സ്ഥലമായിരിക്കും കാണും. ഇതെപ്പോഴും സ്വപ്നത്തിൽ ഉണ്ടാവും. സ്വപ്നങ്ങൾ സറിയലിസ്റ്റിക് ആയിട്ടുള്ള മോഡലാണ് പലപ്പോഴും നടക്കുന്നത്. അവിടെ ലോജിക് ഉണ്ടാവില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ലോജിക് ഇല്ലാതെ ഇരിക്കുന്ന ഒരു കോമ്പിനേഷനിലേക്ക്, ലോജിക് ഇല്ലാതെ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ റെയർ ആയിട്ടുള്ള സ്ട്രേഞ്ച് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഉണ്ടാകുമ്പോഴാണ് ഒരു സറിയലിസ്റ്റിക് മോഡിലേക്ക് വരുന്നത്. സോ സറിയലിസ്റ്റിക് ഓർ സറിയലീറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ഇൻ ഫ്രഞ്ച്. അപ്പോളിനെയർ ആണ്, ഫ്രഞ്ച് കവിയായിട്ടുള്ള അപ്പോളിനെയർ ആണ് ആദ്യമായിട്ട് ഈ ഒരു സംജ്ഞ ഉപയോഗിച്ചത്. It is used to express, or it is actually intended to say that you are taking a situation beyond reality to hyper realism. പിന്നെ ആൻഡ്രേ ബ്രെറ്റിന്റെ മാനിഫെസ്റ്റോ ഓഫ് സറിയലിസം 1924 ഇറങ്ങിയ പ്രസിദ്ധമായ ബുക്കാണ്. അതിൽ അദ്ദേഹം സറിയലിസ്റ്റ് മെത്തഡോളജി എന്താണെന്ന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആൻഡ് റെവല്യൂഷൻ അഗെയിൻസ്റ്റ് ഓൾ റെസ്ട്രെയിൻസ്, ഫ്രീ ഫ്ലോ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. നിങ്ങളെ മനസ്സിനെ വെറുതെ കെട്ടൂരി വിടുക, അപ്പൊ എന്തായി? സറിയലിസ്റ്റിക് ആയി.
It challenges logical reason, standard morality, social and artistic convention. ബൊഹീമിയൻ ഒരു കൾട്ടാണ് ഇത്. അതുകൊണ്ടാണ് നിങ്ങളെ എന്താ പറയുക, താടി മുടിയൊക്കെ നീട്ടി, പല്ല് തേക്കരുത്, കുളിക്കരുത്, നാവ് പഠിക്കരുത് എന്നൊക്കെ പറയുന്ന കടമനിട്ട കവിതകളൊക്കെ ഏകദേശം ഒരു സറിയലിസ്റ്റിക് മോഡിലേക്ക് വരുന്ന രീതിയാണ്. കൺവെൻഷണൽ നോമുമായിട്ട് എല്ലാവരും കലഹിച്ചുകൊണ്ടേയിരിക്കും സ്ഥിരമായിട്ട്. നേരത്തെ നമ്മൾ ആർട്ടിസ്റ്റിക് ഫോർ തോട്ട് ആൻഡ് ഇന്റൻഷൻ ദാറ്റ് ഇസ് ആക്ച്വലി ബീൻ ഡബ്ഡ് അഗെയിൻസ്റ്റ്. ഓക്കെ, ഓവർ ടു യു. പ്രശാന്ത്, ഇപ്പൊ തന്നെ 9 o'clock ആയി. വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഇസ്, കുട്ടികൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഞാൻ ഇതിന്റെ ഓരോ സ്ലൈഡ്സും ഐ ജസ്റ്റ് കീപ് ഫോർ 10 seconds so that you will be able to read and also take a photo and so that you can reread. അത് മാത്രമേ വഴിയുള്ളൂ. കാരണം ഇനി പ്രശാന്ത് സാറിന് ഇനി ഒരു പോയം കൂടി പറഞ്ഞു തരാനുണ്ട്. And tomorrow also we have other things to do. ആകെ 2 ദിവസം കൂടി ഉള്ളൂ. So അതെ, so this is avant-garde. നോക്കുക, take a photocopy, take a screenshot. avant-garde പറ്റിയിട്ട് ഞാൻ ഇതിന് കൊടുത്ത് തന്നെ 1-2 കാര്യങ്ങൾ പറഞ്ഞു പോവാം. avant-garde എന്നുള്ളത് മിലിറ്ററി ടെർമിനോളജിയാണ്. ടേക്കിംഗ് അഡ്വാൻസ് ഗാർഡ് എന്നാണ്. സാധാരണ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ഓപ്പറേഷൻ നടത്തുമ്പോൾ നമ്മൾ കുറേ വെടിവെക്കും. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ദൂരത്തേക്ക് മുന്നോട്ട് നീങ്ങിയിട്ട് അവിടെ കവറപ്പ് ചെയ്യും. ഇതിനാണ് അഡ്വാൻസ് ഗാർഡ് എന്ന് പറയുന്നത്. അഡ്വാൻസ് ആയിട്ട് ഗാർഡ് ചെയ്യുക, നമ്മൾ മുന്നോട്ട് പോവുകയാണ് നമ്മളൊരു പ്രദേശം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് മോഡേൺ മൂവ്മെന്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടേമാണ്. avant garde എന്ന് പറഞ്ഞാൽ ന്യൂ എന്നാണ് അർത്ഥം. അഡ്വാൻസ് ഗാർഡ് എന്നാണ് ഒറിജിനൽ അർത്ഥമെങ്കിലും ഇവിടെ അർത്ഥം ന്യൂ എന്നാണ്. ഇത് പുതിയ പ്രദേശം നമ്മൾ പിടിച്ചെടുക്കുന്ന മിലിറ്ററി വാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വന്നത്. അല്ലാണ്ട് മിലിറ്ററിയായിട്ട് വേറെ ബന്ധമൊന്നുമില്ല. ഇവരെന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഫോർബിഡൻ ആയിട്ടുള്ള സബ്ജക്ട് മാറ്റർ, ഏലിയനേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനും എല്ലാം എസ്റ്റാബ്ലിഷ്ഡ് ഓർഡറിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു. പുതിയ പരീക്ഷണങ്ങൾ. അതായത് സിനിമയിലേക്കൊക്കെ വരികയാണ്, അടൂർ ഗോപാലകൃഷ്ണനൊക്കെ avant garde സിനിമയുടെ ആൾക്കാരാണ്. അപ്പോൾ അതുവരെ സിനിമ പോയിരുന്ന ഒരു രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു വ്യത്യസ്തത ഉണ്ടാക്കിക്കൊണ്ട് ഒരു പുതുമ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവർ മൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അടിസ്ഥാനപരമായ ഇഷ്യൂസാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. കൺവെൻഷണൽ റീഡറിനെ ഷോക്ക് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു ഉദ്ദേശം. കൺവെൻഷണൽ റീഡർ എന്ന് പറഞ്ഞാൽ ഇത് കംഫർട്ടബിൾ ആയിട്ട് കഥ വായിക്കുന്ന ആൾക്കാർ, സാധാരണ ഒരു കഥ വായിക്കുന്ന രീതിയിൽ വായിച്ചു പോകുന്ന ആൾക്കാരെ ഭയങ്കരമായിട്ട് ഷോക്ക് ചെയ്യുക എന്നുള്ളതാണ് avant garde ഒരു ടെർമിനോളജി. പ്രത്യേകിച്ച് ഒരു ബൂർഷാ കൾച്ചറിനെതിരായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. ബൂർഷാ കൾച്ചർ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എലീറ്റ് ആയിട്ടുള്ള ക്ലാസിന്റെ ഒരു കൾച്ചറാണ് ബൂർഷാ കൾച്ചർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. അത്രേ നമുക്ക് സമയമുള്ളൂ പറയാൻ. അതാണ് ഈ ബൂർഷാ കൾച്ചറിനെ പറ്റിയൊക്കെ വിശദമായിട്ട് പറയേണ്ടതുണ്ട്. പക്ഷേ ഒരു ബൂർഷാ, പെറ്റി ബൂർഷ എന്നുള്ള വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. ബൂർഷ എന്നുള്ള വാക്കിന്റെ സ്പെല്ലിംഗ് അത്രത്തോളം എളുപ്പമല്ല. നിങ്ങൾക്ക് ഈ BOURGEOIS എന്ന സ്പെല്ലിംഗ് ശ്രദ്ധിക്കാം. ഇത് ഏതെങ്കിലും എല്ലാം പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാനുള്ള എല്ലാ പാരഗ്രാഫാണ് ചോദിക്കുക. അതുകൊണ്ട് സ്ക്രീൻഷോട്ട്സ് എടുക്കുക, വായിക്കുക, നോക്കുക. ഇതിപ്പോ നമ്മൾ റിവിഷൻ മാത്രമാണ് ചെയ്യുന്നത്, ഞങ്ങൾ പഠിപ്പിക്കുന്നില്ല. ജസ്റ്റ് ട്രൈങ് ടു റിമൈൻഡ് യു വാട്ട് ഓൾറെഡി യു നോ. അത്രേ നമുക്ക് സമയമുള്ളൂ. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് ഇത് എന്താന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ നിങ്ങളെ മനസ്സിൽ കൂടി എന്തൊക്കെ കടന്നു പോകുന്നുണ്ടെന്ന് നോക്കുക. ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ എൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങളെ മനസ്സിൽ കൂടി എന്തൊക്കെ കടന്നു പോകുന്നുണ്ടെന്ന് നോക്കുക. ഒരു പക്ഷേ 6-7 ചിന്തകൾ അറ്റ് എ ടൈം കടന്നു പോകുന്നുണ്ടാവും. ചിലത് പൂർത്തിയായതുണ്ടാവും, ചിലത് പകുതി വഴിയിലുണ്ടാവും, ചിലത് തുടങ്ങിയതുണ്ടാവും. ഇതെല്ലാം നിങ്ങളൊരു പുസ്തകത്തിൽ അറ്റ് എ ടൈം എഴുതുകയാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് പറയാൻ എൻ്റെ മനസ്സിൽ കൂടി പോകുന്നത് ഞാനിപ്പോൾ നിങ്ങളവിടെ ഇത് പഠിപ്പിക്കുകയാണ്. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്യേണ്ട പണിയെ പറ്റി ഞാൻ ആലോചിക്കുന്നുണ്ടാവാം. എനിക്കിപ്പോൾ ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ട്, അപ്പോൾ അയാൾ എന്തായിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ വിചാരിക്കുന്നുണ്ടാവാം. ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും അടുപ്പത്തെന്തെങ്കിലും സാധനം വെച്ച് ഇങ്ങോട്ട് കയറി വന്നായിരിക്കും. അപ്പോൾ എനിക്ക് അവിടെ എന്താ സംഭവിക്കുന്നത് അറിയില്ല. എനിക്ക് അതുപോലെ തന്നെ ഒരാൾ എന്നെ വൈകുന്നേരം വിളിക്കാന്ന് പറഞ്ഞ് ഇതുവരെ വിളിച്ചിട്ടില്ല, അയാൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അയാൾ എന്താ, ഇങ്ങനെ 5-6 കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഒറ്റയടിക്ക് ഒരു പുസ്തകത്തിൽ എഴുതുകയാണെങ്കിൽ ഒരു ബന്ധവുമില്ലാത്ത 6 കഥയും. ഇത് യോജിപ്പിച്ച് വെക്കുന്ന ഒരു രീതിയാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്. മീനിങ് യു ആർ ടാപ്പിംഗ് ദ എൻറ്റയർ ആക്ടിവിറ്റി ദാറ്റ് ഹാപ്പൻസ് ഇൻ യുവർ മൈൻഡ് വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻ, വിത്തൗട്ട് എനി വെറ്റിംഗ് പ്രോസസ്. സാധാരണ ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ നിന്നുള്ള ഒരു കാര്യം എൻ്റെ സുഹൃത്തായ ഡോക്ടർ പ്രേമാനന്ദനോട് പറയുകയാണെങ്കിൽ ഒരു തോട്ടയെ മുഴുവൻ പറയും. അല്ലാതെ ഞാൻ 4 തോട്ടിൻ്റെ കഷ്ണം പറഞ്ഞാൽ പ്രേമനൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇതാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ഉണ്ടാവുന്നത്. ഉദാഹരണമായിട്ട് ഒരു എക്സാമ്പിൾ പറയാം. മിസസ് ഡാലവേ എന്നുള്ള ബുക്കിൽ ഇവരുടെ നമ്മളുടെ വെർജീനിയ വുൾഫിൻ്റെ ഒരു സ്കൈ റൈറ്റിംഗ്
ഇൻസിഡന്റ് ഉണ്ട്. സ്കൈ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ ഇങ്ങനെ എഴുതും. ഒരു പരസ്യത്തിന്റെ രീതിയാണ്. പണ്ട് വിമാനം ഉപയോഗിച്ചിട്ട് ആകാശത്തിൽ ഇങ്ങനെ എഴുതും. ഇപ്പോൾ ഉദാഹരണമായിട്ട് കിറ്റ് കാറ്റ് എന്നുള്ള പരസ്യമാണ് കൊടുക്കുന്നതെങ്കിൽ ആകാശത്ത് ഇങ്ങനെ കിറ്റ് കാറ്റ് എന്ന് പ്രത്യേക കളറോട് ഇങ്ങനെ എഴുതും. അപ്പോൾ കിറ്റ് കാറ്റ് എന്നുള്ള ഈ ഒരു ഡിസ്പ്ലേ കുറച്ചു നേരം ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഈ സ്കൈ റൈറ്റിംഗ് കാണുന്ന ഒരു 5-6 കഥാപാത്രങ്ങൾ ഈ സ്കൈ റൈറ്റിനെ പറ്റി വിചാരിക്കുന്നു. അതിലൊരു പട്ടാളക്കാരുണ്ട്, അയാൾ യുദ്ധത്തെ പറ്റി ആലോചിക്കുന്നു. ഒരു വീട്ടമ്മയുണ്ട്, അവർ വേറെ എന്തോന്നിനെ പറ്റി ആലോചിക്കുന്നു. ഒരു വിദ്യാർത്ഥിനി ഉണ്ട്, അവർ വേറെ. അങ്ങനെ ഓരോ കഥാപാത്രങ്ങളും ഓരോ തരത്തിൽ ആലോചിക്കുന്നു. ഇതാണ് ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ടാവും. അപ്പോൾ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് നോവൽ വായിച്ചാൽ നിങ്ങൾക്ക് ഇതിന് വാലും തലയും കിട്ടില്ല. കാരണം ഇത് മനസ്സിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്ന ടാപ്പിക്കാണ്. ഈ നോവലുകൾ ആ കാലത്ത് പോപ്പുലർ ആവാനുള്ള കാരണം എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ ആളുകളുടെ ജീവിതം അങ്ങനെയായിരുന്നു. ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ്മാരി നമ്മൾ ഈ കെട്ട് പൊട്ടിയ പട്ടന്മാരി എന്ന് പറയും. പട്ടത്തിനെ നമ്മളൊരു നൂലിൽ കെട്ടിയിട്ടുണ്ടാവും. ഈ കെട്ടാണ് പട്ടത്തിനെ കൺട്രോൾ ചെയ്യുന്നത്. കെട്ട് പൊട്ടിപ്പോയ പട്ട അതിന്റെ വഴിക്ക് പോകും. അങ്ങനെ കെട്ടുപൊട്ടിയ പട്ടന്മാരുടെ ചിന്തകളാണ് മൊത്തത്തിൽ ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ടായത്. പ്രത്യേകിച്ച് അതിൽ പ്രധാനപ്പെട്ട എഴുത്തുകാർ വെർജീനിയ വുൾഫ്, കോൺറഡ്, ജെയിംസ് ജോയ്സ്, ഇവരൊക്കെയാണ്. ഇത് ആ കാലത്ത് വളരെ പോപ്പുലർ ആയിരുന്നു എന്നും കൂടെ ഇത് അടിവരായിട്ട് പറയേണ്ടതുണ്ട്. ഒരു തരം ഇൻട്രോസ്പെക്ഷൻ ആണ്. യു ആർ ലുക്കിംഗ് വിത്തിൻ ടു യുവർ സെൽഫ്. നെക്സ്റ്റ്. അടുത്തത് മൂവ്മെന്റ് പോയട്രി. നിങ്ങൾക്ക് നെക്സ്റ്റ് പ്ലീസ് എന്നുള്ള ഒരു കവിത പഠിക്കാനുണ്ട്. അപ്പോൾ ആ കവിതയിൽ നിങ്ങൾക്ക് വിശദമായിട്ട് ഈ ഇത് പഠിക്കാനുണ്ട്. വളരെ സിമ്പിളായിട്ട് പറയാം, മൂവ്മെന്റ് പോയട്രി എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് തന്നെയായിരുന്നു. അത് നേരത്തെ നിലവിലുള്ള, അതായത് ഓരോ പോയട്രിയുടെ മൂവ്മെന്റും, അതായത് എലിയറ്റ് മുതൽക്ക് നമ്മൾ പറയുകയാണെങ്കിൽ എലിയറ്റിന് ശേഷം നമുക്ക് ഡിലൻ തോമസ് 30s ഓർഡന്റെ മൂവ്മെന്റ് വന്നു. അത് കഴിഞ്ഞ് ഡിലൻ തോമസിന്റെ മൂവ്മെന്റ് വന്നു. അതിനുശേഷം 50s ഉണ്ടായ മൂവ്മെന്റ് ആണ് മൂവ്മെന്റ് പോയട്രി. ഇവരൊരു റിയാക്ഷണറി ഗ്രൂപ്പാണ്. അതായത് അതുവരെ എഴുതിയ കവിതാ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർ 3 കാര്യങ്ങളാണ് ഹൈലൈറ്റ് ചെയ്തത്. ഇത് മാത്രം പോയിന്റ് നോട്ട് ചെയ്യുക. നമ്പർ 1, ദേ വോണ്ടഡ് പോയിട്രി ടു മേക്ക് സെൻസ്. പോയിട്രി എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വായിച്ചാൽ മനസ്സിലാവണം. ഇത് ഇന്നതാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവണം. അതാണ് ഒന്നാമത്തെ ആർഗ്യുമെന്റ്. അപ്പൊ അതുവരെയുള്ള പോയിട്രി എങ്ങനെയായിരുന്നു? ഡിലൻ തോമസിന്റെ ഒക്കെ കവിതകൾ വളരെ ബുദ്ധിമുട്ടാണ് വായിച്ച് മനസ്സിലാക്കാൻ. T.S. എലിയറ്റിന്റെ കവിതയും ബുദ്ധിമുട്ടാണ്. വായിച്ചാൽ നമുക്ക് ഗൈഡോ ഡിക്ഷണറിയോ ഒക്കെ അടുത്ത് വെക്കണം, എന്നാലേ ബാക്കി പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ മൂവ്മെന്റ് പോയിറ്റ്സിന് കവിത എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളതായിരിക്കണം, ആൾക്കാർക്ക് മനസ്സിലാവണം. അതാണ് ഒന്നാമത്തെ കാര്യം, നമ്പർ 1. നമ്പർ 2, ദേ ആർ നോട്ട് പൊളിറ്റിക്കലി കമ്മിറ്റഡ്. ഓർഡന്റെ മാതിരി പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് ഒന്നും ഇവർക്കില്ല. ഇവര് കവികൾ മാത്രമാണ്. അതായത് കവി എന്ന് പറയുന്ന വ്യക്തി ഒരു സാമൂഹ്യ ജീവിയാണെന്നോ ഒരു കലാകാരനാണ്, അങ്ങനെ ഒരു ധാരണയില്ല. സാധാരണ ഒരാളെ കൂട്ടത്തിൽ തന്നെയുള്ള ആളാണ് ഈ കവി. സോ ദേ വോണ്ടഡ് പോയിട്രി ടു മേക്ക് സെൻസ് ആൻഡ് ദേ വോണ്ടഡ് ടു മെയിൻറ്റെയിൻ എ ക്ലിനിക്കൽ ഡിറ്റാച്ച്മെന്റ്. എഴുതുന്ന സബ്ജക്റ്റുമായിട്ട് ഒരു ഡിറ്റാച്ച്മെന്റ് വെക്കണം, സബ്ജക്റ്റുമായിട്ട് ഇൻവോൾവ് ചെയ്യരുത്. ഇതാണ് അവർ രണ്ടാമത്തെ ആവശ്യം. ആൻഡ് ദേ വോണ്ടഡ് പോയിട്രി ടു ബി റെഡ് ആൻഡ് അപ്രീഷിയേറ്റഡ്. പ്രധാനപ്പെട്ട എഴുത്തുകാരൊക്കെ അതിൽ നിരത്തി എഴുതിയിട്ടുണ്ട്. കിങ്സ്ലി അമിസ്, എൻറൈറ്റ്, തോം ഗൺ, ജെന്നിങ്സ്, ഫിലിപ്പ് ലാക്കിൻ ആൻഡ് ജോൺ ബെയ്ൻ. ഇവരാണ് പ്രധാനപ്പെട്ട ഈ എഴുത്തുകാരെന്ന് പറയാം. പ്രത്യേകിച്ച് നിങ്ങൾ ലാക്കിന്റെ നെക്സ്റ്റ് പ്ലേസ് എന്നുള്ള കവിത പഠിക്കുന്നുണ്ട്. ആ കവിത ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് മൂവ്മെന്റ് പോയട്രി. മൂവ്മെന്റ് പോയട്രി എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കവിത എടുക്കുമ്പോൾ കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞുതരാം. എപ്പിക് തിയേറ്റർ എല്ലാം നല്ല കനത്തിലുള്ള സാധനങ്ങളാ അല്ലേ? എല്ലാം നല്ല കട്ടിയുള്ളതല്ല, എല്ലാം അരമണിക്കൂർ പറയേണ്ടതാ. ഞാൻ വളരെ കണ്ടൻസ് ചെയ്തിട്ടാ പറയുന്നത്. എപ്പിക് തിയേറ്ററിനെ പറ്റി നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. തിയേറ്റർ ഷേക്സ്പിയറുടെ കാലം മുതൽക്ക് നമുക്കുള്ളതാണ് തിയേറ്റർ. അതിൽ ബ്രെറ്റിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്നത്, ജർമ്മൻ റൈറ്ററാണ് ബെർട്ടോൾട്ട് ബ്രെറ്റ്. ബ്രെറ്റിന്റെ പ്രധാനപ്പെട്ട നാടകങ്ങൾ, മദർ കറേജ് പോലത്തെ നാടകങ്ങൾ വളരെ ഗംഭീര നാടകങ്ങളാണ്. ബ്രെറ്റിന്റെ ഒരു മെയിൻ ആശയം എന്താന്ന് പറഞ്ഞാൽ, സാധാരണ കവിത ആളുകൾ ഈ ഒരു നാടകത്തിൽ കഥയാണ് ശ്രദ്ധിക്കുക. സിനിമ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കഥയാണ് ഫസ്റ്റ് കാണുമ്പോൾ. ഈ കഥ ആദ്യമേ പറഞ്ഞു തന്നാലോ. ഇപ്പൊ എനിക്ക് പൊതുവേ കഥ കേട്ടാലും സിനിമ കാണാൻ വലിയ പ്രയാസമില്ലാത്ത ആളാണ്. പക്ഷെ എൻ്റെ വീട്ടിൽ മകനായാലും വൈഫായാലും അവർക്ക് ആർക്കും തന്നെ ഈ കഥ കേട്ടിട്ട് സിനിമ കാണാൻ തീരെ ഇഷ്ടമല്ല. കാരണം അവരുടെ ഒരു പ്രധാനപ്പെട്ട സസ്പെൻസ് ഒക്കെ പൊളിഞ്ഞു പോയ, ഈ ട്വിസ്റ്റ് ഒക്കെ പോയ കഴിയും. അപ്പൊ ബ്രെറ്റ് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഈ എപ്പിക് തിയേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏലിയനേഷൻ തിയേറ്റർ എന്ന് അതിന് പറയുക. ഇത് രണ്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോയിനേജ് ആണ്. ഏലിയനേഷൻ തിയേറ്റർ അല്ലെ എപ്പിക് തിയേറ്റർ. എന്ന് വെച്ചാൽ ഈ തിയേറ്ററിന്റെ ഡയമെൻഷൻ വളരെ റെവല്യൂഷണറൈസ് ചെയ്യാണ് ബ്രെറ്റ് ചെയ്യുന്നത്. അതായത് എപ്പിസോഡ്സ് വിൽ ബി presented in a succession of loosely related manner and chorus will be there. Now
Brett actually wanted to take an experiment. ബ്രെറ്റിൻ്റെ കഥാപാത്രങ്ങൾ സ്റ്റേജിൻ്റെ പിന്നിൽ നിന്ന് കടന്നു വരുന്നതിന് പകരം സ്റ്റേജിൻ്റെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലാണ് കയറി വരിക. ജസ്റ്റ് ടു ഗീവ് എൻ ഇംപ്രഷൻ ദാറ്റ് ദ സ്റ്റോറി ലൈസ് വിത്തിൻ യു. നിങ്ങളും ഞാനും അടങ്ങുന്ന സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്നതാണ് ഈ കഥ. കഥാപാത്രങ്ങൾ സ്റ്റേജിൻ്റെ പിന്നിൽ നിന്ന് വരുന്നതിന് സ്റ്റേജിൻ്റെ ആളുകളുടെ ഇടയിൽ നിന്നാണ് കഥാപാത്രങ്ങൾ കയറി വരിക. മാത്രമല്ല കഥ ആദ്യമേ പറയും. ബ്രെറ്റ് ഉദ്ദേശിക്കുന്നത് നാടകം ആളുകളുമായിട്ടുള്ള ഒരു ആശയ സംവേദനമാവണം, ഒരു ഇന്ററാക്ഷൻ. ഇതാണ് നാടകത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെറ്റ് അദ്ദേഹത്തിൻ്റെ എല്ലാ നാടകങ്ങളും, മദർ കറേജ് ആയാലും ശരി, ത്രീ പെനി ഒപ്പേറ ആയാലും ശരി, ദ ഗുഡ് വുമൺ ഓഫ് സെറ്റ്വൻ എന്നുള്ള ഇതായാലും ശരി, സെഷ്വാൻ ആയിരിക്കും എന്ന നാടകം, ഈ നാടകത്തിലൊക്കെ തന്നെ ഇതാണ് ശ്രമിച്ചിട്ടുള്ളത്. എപ്പിക് തിയേറ്റർ വളരെ എപ്പിക് ഡയമെൻഷനിലുള്ളതാണ്. ഇത് ഇന്റലക്ച്വൽ ഡിബേറ്റ് ആണ് ഈ നാടകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റോക്ക് കഥാപാത്രങ്ങൾ തീരെ ഉണ്ടാവില്ല. നായകൻ, വില്ലൻ, പ്രതിനായകൻ അങ്ങനെയുള്ള സാധാരണ ഉള്ള ഒരു മെത്തഡോളജിയിലല്ല ഈ നാടകം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും കൺവെൻഷണൽ നാടകത്തിൻ്റെ വെല്ലുവിളിച്ചുകൊണ്ട്, കൺവെൻഷണൽ നാടകം എങ്ങനെയാണോ ഒരു കഥ മുന്നോട്ട് പറഞ്ഞ് ആ കഥയിലേക്ക് ആളുകളെ ആകർഷകരാക്കുന്നതിന് പകരം കഥ മുന്നോട്ട് പറയുകയും നാടകം ഒരു സംവേദനമായിട്ട്, സ്ട്രീറ്റ് തിയേറ്ററിൻ്റെ ഒക്കെ ഒരു സ്വഭാവം ഇതിനുണ്ട്. സ്ട്രീറ്റ് തിയേറ്റർ നിങ്ങൾക്ക് അറിയാലോ, സ്ട്രീറ്റിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ പെട്ടെന്നാണ് ആളുകളെ പെട്ടെന്ന് കൂടി, നിങ്ങൾ എന്താ ഈ വേറെ എന്തോ ഒരു ഒരു ഇന്നത്തെ ഇപ്പം ഫ്ലാഷ് മോബ് കുട്ടികൾ പറയുന്നത്, ഈ ഫ്ലാഷ് മോബൊക്കെ ഈ മറ്റേ എപ്പിക് തിയേറ്ററിൽ വളരെ അടുത്ത ബന്ധമുള്ളതാണ്. പെട്ടെന്നാണ് ആൾക്കാർ നമുക്കൊരു നാടകം ചെയ്യാം എന്നൊരാൾ ചോദിക്കും, അപ്പോൾ എന്താ ചെയ്യാമെന്ന് 4-5 ആൾ പറയും. അങ്ങനെ അവരെല്ലാവരും ഒരു സ്റ്റേജിലേക്ക് കയറും. ഇതാണ് എപ്പിക് തിയേറ്ററിൻ്റെ ഒരു യൂഷ്വലായിട്ടൊരു മെത്തേഡ്. വളരെ കണ്ടംപററി ആയിട്ടുള്ള സമകാലീന വിഷയങ്ങൾ, സമകാലീന പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് ബ്രെറ്റ് എടുത്തത്. പ്രത്യേകിച്ച് മദർ കറേജ് എന്നുള്ള നാടകം വളരെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കേണ്ട ഒരു നാടകമാണ്. ബ്രെറ്റ് വളരെ അടിവരായിട്ട് നമ്മൾ അടയാളപ്പെടുത്തേണ്ട ഒരു എഴുത്തുകാരനും കൂടിയാണ്. അടുത്തതൊക്കെ നമുക്ക് ഫോട്ടോ എടുത്ത് പോയിക്കോട്ടെ പ്രശാന്ത്, പണി കിട്ടും ഇതൊക്കെ. ഇതൊക്കെ പറയണമെങ്കിൽ 1/2 മണിക്കൂർ വേണം. അതെ, അപ്പൊ ഞാന് 10 സെക്കൻഡ് വരെ വെക്കാം ഫോട്ടോ എടുക്കാൻ ഉള്ള സമയം. നമ്മള് ഡംബൈറ്റർ എടുക്കുമ്പോൾ പറയാം. ഞാൻ ഒരു 3-4 പോയിന്റ് പറഞ്ഞു കൊടുക്കാം കുട്ടികൾക്ക്, എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ. തിയേറ്റർ ഓഫ് ദ അബ്സേർഡ് എന്ന് പറയുന്നത് 60s ഇവിടെ മാർട്ടിൻ എസ്ലിൻ എന്ന് പറയുന്ന ഇതിൽ എഴുതിയിട്ടുണ്ട്. മാർട്ടിൻ എസ്ലിൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ, അദ്ദേഹം നാടകകൃത്തല്ല, അദ്ദേഹത്തിന്റെ തിയേറ്റർ ഓഫ് ദ അബ്സേർഡ് എന്ന് പറയുന്ന ബുക്കിൽ നിന്നാണ് ഈ അബ്സേർഡ് എന്നുള്ള വാക്ക് എടുത്തിട്ടുള്ളത്. അബ്സേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന മീനിങ്ലെസ്നെസ് എന്നുള്ളതല്ല അർത്ഥം. അബ്സേർഡ് ഈസ് യൂസ്ഡ് ആസ് എ മെറ്റഫർ ടേക്കൺ ഫ്രം മ്യൂസിക്, മീനിങ് ഡിസ്ഹാർമണി. ഇതാണ് ഇതിൻ്റെ അർത്ഥം. മ്യൂസിക് എന്ന് എടുത്തൊരു മെറ്റഫറാണ്. ഇതിൻ്റെ അർത്ഥം ഡിസ്ഹാർമണി എന്നാണ്. പൊരുത്തക്കേടാണ് ഇവിടെ പ്രധാനപ്പെട്ട വിഷയം. പൊരുത്തക്കേട് ആര് തമ്മിലാന്ന് ചോദിച്ചാൽ മാനും നേച്ചറും തമ്മിൽ, എൻവയൺമെന്റും ആൾക്കാരും തമ്മിൽ. കാമു ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപജ്ഞാതാവ്. കാമുവിൻ്റെ എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ഫിലോസഫി, കാമു മാത്രമല്ല സാർത്രിനെയും കൂടി ചേർത്ത് പറയണം. സാർത്രിൻ്റെ എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ഫിലോസഫി എന്നാണ് ഈ ഒരു സാധനം ഉരുത്തിരിഞ്ഞു വരുന്നത്. കാമുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബുക്കായിരുന്നു ദ മിത്ത് ഓഫ് സിസീഫസ്. സിസീഫസ് എന്ന് പറയുന്ന ഒരു ലെജൻഡറി കഥാപാത്രമാണ്. ഈ കഥാപാത്രം നമ്മുടെ നാരായണ തിരുവനന്തപുരം പോലുള്ളൊരു കഥാപാത്രമാണ്. അയാൾ രാവിലെ കല്ലുരുട്ടും മലമുകളിലേക്ക്, കുറച്ച് കഴിയുമ്പോൾ ഗ്രാവിറ്റേഷൻ കൊണ്ട് കല്ല് താഴോട്ട് പോകും. അപ്പം നമ്മൾ അയാളെ ഭ്രാന്തനാണെന്ന് ആൾക്കാരൊക്കെ പറഞ്ഞു, നാരായണ തിരുവനന്തപുരം പോലെ തന്നെ. പക്ഷേ ഞാനും നിങ്ങളും ഒക്കെ ഓരോ കല്ലുരുട്ടാണ്. നിങ്ങൾ BA എന്ന് പറഞ്ഞ കല്ലാണ് ഇപ്പോൾ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നത് 2 കൊല്ലമായിട്ട്. ഈ കൊല്ലം കൂടി ഉരുട്ടും. ഇത് മുകളിലെത്തുമോ, നിങ്ങൾ പാസ്സാകുമോ എന്നൊന്നും ആർക്കും അറിയില്ല. കുറച്ച് കഴിഞ്ഞാൽ അത് താഴെ പോരും. അപ്പോൾ ഭ്രാന്തൻ നാരായണ തിരുവനന്തപുരം ചിരിക്കും. നാരായണ തിരുവനന്തപുരം ആക്ച്വലി ചെയ്യാൻ ശ്രമിച്ചത് നിങ്ങളും ഞാനും ചെയ്യുന്ന പണി ചൂണ്ടിക്കാണിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്നതും ഞാൻ ചെയ്യുന്നതുമായിട്ടുള്ള എഫേർട്ട്ലെസ്, ഈ കാര്യങ്ങളൊക്കെ ഫ്രൂട്ട്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം മലയുരുട്ടി കാണിക്കുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞു അയാൾക്ക് ഭ്രാന്താന്ന്. നമ്മളെ സൗകര്യത്തിനാണ് പറഞ്ഞത്. കാരണം അയാൾക്ക് ഭ്രാന്താന്ന് പറയുമ്പോൾ നമ്മൾ നല്ല ആൾക്കാരായിട്ട് മാറും. ആക്ച്വലി നമുക്കാണ് ഭ്രാന്ത്, അയാൾ അത് കാണിച്ചു തരാൻ ശ്രമിക്കുക ചെയ്യുന്നത്. ഇങ്ങനൊരു കഥാപാത്രമാണ് സിസീഫസ് ആക്ച്വലി. അപ്പോൾ അബ്സേർഡ് നാടകങ്ങളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ലോജിക്കലി ഇവോൾവിങ് ആയിട്ടുള്ള പ്ലോട്ട് ഉണ്ടാവില്ല. ഇപ്പോൾ ബെക്കറ്റിന്റെ പ്രധാനപ്പെട്ട നാടകം, ബെക്കറ്റാണ് ഇതിന്റെ ഉപജ്ഞാതാവ് ഇംഗ്ലീഷിൽ, വെയിറ്റിംഗ് ഫോർ ഗോദോ. ഈ വെയിറ്റിംഗ് ഫോർ ഗോദോ തന്നെ ബെക്കറ്റ് എഴുതുന്നത് ഫ്രഞ്ചിലാണ് 52-ൽ. പിന്നെ 2 കൊല്ലം കഴിഞ്ഞാൽ 54-ലാണ് അദ്ദേഹം അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറഞ്ഞാൽ ഗോദോ എന്ന് പറഞ്ഞ ഒരാളെ കാത്തിട്ട് 2 കഥാപാത്രങ്ങൾ ഇരിക്കുകയാണ്, എസ്ട്രഗണും വ്ളാഡിമിറും. ഗോദോ ആരാന്ന് ഇവർക്ക് അറിയില്ല, ഗോദോ വരുമെന്ന് ഇവർക്ക് അറിയില്ല. ഫസ്റ്റ് ആക്ട് കഴിയുമ്പോൾ അവസാനം ഒരു ഗോഡ് ബോയ്, ഒരു ആട്ടിടെ ഷെപ്പേർഡ് വന്നിട്ട് പറയും ഗോദോ ഒന്നും വരില്ല, നാളെ വരും. അങ്ങനെ 1ാമത്തെ ആക്ട് കഴിയും. 2ാമത്തെ ആക്ടിലും അവരവിടെ തന്നെ ഇരിക്കുകയാണ് ഗോദോനെ കാത്തിട്ട്.
അന്ന് വൈകുന്നേരം ഈ കഥാപാത്രം വന്നിട്ട് ഒരു പാട്ടിടെ കുട്ടി വന്ന് പറയൂ, ഇന്ന് വരൂല, അടുത്ത ദിവസം വരൂ. അപ്പോൾ ഈ കുട്ടിയാണോ ഇന്നലെ വന്നതെന്ന് നമുക്കറിയില്ല. ഈ എസ്ട്രഗഡും വ്ളാഡിമിറും ആരായിരുന്നു നമുക്കറിയില്ല. ഇവർ പിന്നെ 2 കഥാപാത്രങ്ങൾ വഴിക്ക് കൂടി പോകുന്ന ആൾക്കാരെ പോസോ ലക്കി, ഈ 2 കഥാപാത്രങ്ങൾ ഇവർ കാണുന്നുണ്ട്. ഇവരാരാ, ഇവരെങ്ങോട്ടാ പോകുന്നത്, അതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഒരു സാധനം നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ലോജിക്കലായിട്ടുള്ള എല്ലാ പാറ്റേൺസും നിഷേധിച്ചുകൊണ്ടാണ് ഈ നാടകങ്ങൾ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ബക്കറ്റിനോട് പലരും ചോദിച്ചിട്ടുണ്ട് ആരാണ് ഗോതോ അവസാനം വരുന്നില്ല ഈ നോവൽ, ഈ ഡ്രാമയിൽ. അപ്പോൾ ബക്കറ്റിനോട് പലരും ചോദിച്ചിട്ടുണ്ട് ആരാണ് ഗോതോ. ബക്കറ്റ് പറഞ്ഞു എനിക്കറിയെങ്കിൽ ഞാനത് പറയായിരുന്നു. അപ്പോൾ ആർക്കും അറിയാത്ത, ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രതീക്ഷകളുമായിട്ടാണ് മനുഷ്യന്മാർ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് അറിയില്ല നാളെ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും അർത്ഥം ഉണ്ടാവുമോ. നിങ്ങൾ ആ അർത്ഥത്തിന് വെയിറ്റ് ചെയ്യുന്നു, ഞാനും വെയിറ്റ് ചെയ്യുന്നു. ഇറ്റ്സ് എ പ്രൊലോങ്ഡ് വെയിറ്റ്. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയാം. കാഫ്കയുടെ ട്രയലിനെ പറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, വെയിറ്റിംഗ് ഫോർ ഗോദോ. എഡ്വേർഡ് ആൽബി, ജെനെ, ഹെറോൾഡ് പിന്റർ, ഇവരും ടോം സ്റ്റൊപ്പാഡ്, ഇവരൊക്കെ ഈ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്. അബ്സർഡ് ലിറ്ററേച്ചറിൽ പ്രധാനമായിട്ട് പറയേണ്ട 3 പോയിന്റ് ഇതാണ്. ഒന്ന്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അബ്സർഡ്, what type of play is an absurd play, example of an absurd play, that is Beckett's Waiting for Godot. Right, Prem, next. Existentialism. Yeah, existentialism is actually a movement in France headed by Sartre and Camus. ദിബോവർ എന്ന് പറയുന്ന, ദിബോവർ നിങ്ങൾ ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും. സെക്കൻഡ് സെക്സ് എന്ന് പറയുന്ന ഫെമിനിസ്റ്റ് മൂവ്മെന്റിന്റെ ആദ്യകാല വർക്കായിരുന്ന സെക്കൻഡ് സെക്സ് എന്നുള്ള ബുക്ക് എഴുതിയ ആളാണ്. സാർത്രന്റെ ഭാര്യയായിരുന്നു. കാമു അൾജീരിയയിൽ ജനിച്ചു വളർന്ന ഒരു ഫ്രഞ്ച് സിറ്റിസൺ ആണ്. കാമു പ്രസിദ്ധമായ ബുക്കുകൾ ധാരാളം എഴുതിയിട്ടുണ്ട്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മിത്ത് ഓഫ് സിസിഫസ് ആണ്. രണ്ടാമത്തേത് ഔട്ട്സൈഡർ, പ്ലേഗ് എന്നൊക്കെ പറഞ്ഞ ബുക്കുകളാണ്. ഇപ്പൊ പ്രത്യേകിച്ച് പ്ലേഗ് എന്നുള്ള ബുക്ക് വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കാരണം പ്ലേഗ് വന്നിട്ട് ഒരു സ്ഥലം ക്വാറന്റൈൻ ചെയ്യുന്നതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ പ്രമേയം. ക്വാറന്റൈൻ എന്നുള്ള വാക്ക് ഇപ്പൊ എല്ലാവർക്കും അറിയുന്നുണ്ട്, വലിയ പ്രശ്നമല്ല. അപ്പോൾ ഈ എക്സിസ്റ്റൻഷ്യലിസം എന്ന് വെച്ചാൽ എന്താ ചോദിച്ചാൽ, what is the purpose of existing? Why do we exist? What is the purpose of your life? എന്ന ചോദ്യം എടുക്കുകയാണ്. അപ്പൊ എന്താണ് ലൈഫിന്റെ പേർപ്പസ് എന്ന് ചോദിച്ചാൽ, ലൈഫിന് പ്രത്യേകിച്ച് പേർപ്പസ് ഉണ്ടോ നമുക്കറിയില്ല. ജീവിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ലൈഫിന് ഒരു മീനിങ് ഉണ്ടാക്കാൻ പറ്റൂ. ജീവിക്കുകയാണ് ആദ്യം വേണ്ടത്. ജീവിച്ചാൽ മാത്രമേ നമുക്കൊരു മീനിങ് ഉണ്ടാവും. മീനിങ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ അവിടെ ഒരു അബ്സേർഡിറ്റി ഉണ്ട്, അവിടെ ഒരു മിസ്മാച്ചിങ് ഉണ്ട്. എന്ന് വെച്ചാൽ മിസ്മാച്ചിങ് എന്താന്ന് ചോദിച്ചാൽ, യുവർ ആസ്പിറേഷൻസ് ടു മേക്ക് സെൻസ് ഇൻ യുവർ ലൈഫ്. ആൻഡ് കാമുവിന്റെ വാക്ക് ഉപയോഗിച്ചാൽ ഇത് ഇറാഷണൽ സൈലൻസ് ഓഫ് ദ യൂണിവേഴ്സ്. ഈ വാക്കാണ് കാമു ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ പഠിക്കുകയാണ്, നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്, എന്ന കാര്യങ്ങൾ ചെയ്യാം, ഇതൊക്കെ നടക്കൂ എന്ന് ചോദിച്ചാൽ നടക്കാം, നടക്കാതിരിക്കാം. അപ്പൊ നടക്കൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അവസാനിപ്പിച്ചൂടെ? ഇതൊക്കെ കാമു ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എന്നാൽ നടക്കൂല നമുക്ക് ഉറപ്പില്ല, നടന്നാലോ? ഈ പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ എക്സിസ്റ്റൻസ് പ്രീസീഡ്സ് എസെൻസ്. എസെൻസ് എന്ന് പറഞ്ഞാൽ മീനിങ്. മീനിങ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമ്മൾ എക്സിസ്റ്റ് ചെയ്യണം. എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അബ്സേർഡിറ്റി ഉണ്ട്, മിസ്മാച്ചിങ് ഉണ്ട്, മീനിങ്ലെസ്നെസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആക്സെപ്റ്റ് അബ്സേർഡിറ്റി വിത്ത് നൊബിലിറ്റി. ഇതാണ് ഇവരെ ബേസിക് ആയിട്ട് 3 പോയിന്റുകൾ എനിക്ക് പറയാനുള്ളത്. വളരെ ചെറിയ രീതിയിലാണ് ഞാൻ പറയുന്നത്. ഇത് വളരെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഞാൻ എൻ്റെ എംഫിൽ പഠനം കാമുവിലായിരുന്നു. അപ്പോൾ ഞാൻ വളരെ വിശദമായിട്ട് പഠിച്ചപ്പോൾ ഇത് വളരെ ഒരു രസകരമായിട്ടുള്ള ഒരു ഫിലോസഫിയാണ്. ബട്ട് ഓഫ് കോഴ്സ് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതും കൂടിയാണ്. എക്സിസ്റ്റൻഷ്യലിസം ബേസിക്കലി അഡ്വക്കേറ്റ്സ് എക്സിസ്റ്റൻസ് വിച്ച് അൾട്ടിമേറ്റ്ലി മേക്സ് സം സെൻസ് ഇൻ യുവർ ലൈഫ്. അത്ര എന്നോട് പറഞ്ഞത്. ആംഗ്രി യങ്മാൻ 1930s വന്ന മൂവ്മെന്റ് ആണ്. ഒന്നുമില്ല, സുരേഷ് ഗോപി പടം മാത്രം ആലോചിച്ചാൽ മതി, അതിൽ 2 ഡയലോഗുകൾ എഴുതിയാലും തെറ്റൊന്നുമില്ല. ആംഗ്രി യങ്മാൻ അമിതാഭ് ബച്ചൻ്റെ ഒക്കെ മാതിരിയുള്ള ആളാണ്. ഒറ്റയടിക്ക് എൻ്റെ ശക്തി ഉപയോഗിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ഈ ഇംബാലൻസസ്, സോഷ്യൽ ഇംബാലൻസസ് മുഴുവൻ മാറ്റാൻ പറ്റും. അങ്ങനെയുള്ള സുരേഷ് ഗോപി കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ ശക്തി ഉപയോഗിച്ചിട്ട്, ഇംഗ്ലീഷിലും അങ്ങനെ പടങ്ങളുണ്ട്, സ്വന്തം ശക്തിയും മസിൽ പവറും ഉപയോഗിച്ചിട്ട് ലോകത്തിനെ എല്ലാം മൊത്തം 2-3 എന്താ പറയുക, മോശക്കാരായ രാഷ്ട്രീയക്കാരെയും കറപ്റ്റായിട്ടുള്ള ആൾക്കാരെയൊക്കെ കൊന്നുകൊണ്ട് സുരേഷ് ഗോപി ലോകത്തിന് മുഴുവൻ നന്മ വരുന്നമാരായിട്ട് മാറാൻ ശ്രമിക്കുന്ന ആ തരത്തിലുള്ള ഒരു സാധനമാണ് ആംഗ്രി യങ്മാൻ തിയേറ്റർ. അത് എന്തുകൊണ്ടാണ് ആംഗ്രി ആയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവര് അൺഹാപ്പി ആയിരുന്നു. അന്ന് വരെയുള്ള ലോകത്തിന്റെ ക്രമത്തിൽ യാത്രയിൽ, പ്രത്യേകിച്ച്
ഡിപ്രഷന്റെ കാലത്ത് പോസ്റ്റ് ഡിപ്രഷൻ, എക്കണോമിക് ഡിപ്രഷന് ശേഷം തൊഴിലില്ലായ്മ ഒക്കെ രൂക്ഷമാവുകയും അങ്ങനെ പൊതുവെ ആൾക്കാർ ഭയങ്കര എന്താ പറയുക അൺഹാപ്പി ആയിരുന്നു മൊത്തത്തിൽ അവസ്ഥ വെച്ചിട്ട്. അപ്പൊ അത് നാടകത്തിൽ പ്രതിഫലിച്ചു എന്ന് മാത്രം. ഇറ്റ് ഈസ് എ നോട്ട് ഓഫ് പ്രൊട്ടസ്റ്റ് ഓർ റിസെന്റ്മെന്റ് അഗേൻസ്റ്റ് ദ വാല്യൂസ് ഓഫ് ദ ബ്രിട്ടീഷ് മിഡിൽ ക്ലാസ്. മിഡിൽ ക്ലാസിന്റെ വാല്യൂസിനെതിരായിട്ട് നടത്തിയിട്ടുള്ള ഒരു വലിയ മൂവ്മെന്റും കൂടിയാണ് ഈ ആംഗ്രി യങ് മെൻ മൂവ്മെന്റ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ ഓസ്ബണിന്റെ പ്ലേ ആണ് ലുക്ക് ബാക്ക് ഇൻ ആങ്കർ എന്നുള്ളത്. അതിൽ ജിമ്മി പോട്ടർ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ആംഗ്രി യങ് മെൻ കഥാപാത്രമായിട്ട് നിൽക്കുന്നത്. ലക്കി ജിം, കിങ്സ്ലി ആമിസിന്റെ റൂം അറ്റ് ദ ടോപ്പ്, ഇങ്ങനെ മറ്റ് എക്സാമ്പിളുകൾ ഇതിൽ കൂടുതലായിട്ടുണ്ട്. ആംഗ്രി യങ് മെനെ പറ്റി നിങ്ങളെ ബുക്കിലുണ്ടെങ്കിൽ കുറച്ച് പോയിന്റ്സ് കൂടി അതിൽ എഴുതി വെക്കാം. And last is postmodernism. ഇത് മാത്രം പറയാൻ ഒരു മണിക്കൂർ വേണം. പി ജി ക്ലാസ്സിലേക്ക് എത്തട്ടെ, അപ്പൊ പിന്നെ ഇതൊക്കെ വിശദമായിട്ട് പഠിപ്പിച്ചു തരാം. Literature and art after World War II. Yes. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ വളരെ ഇതിനേക്കാളൊക്കെ റാഡിക്കലാണ്. ലിറ്ററേച്ചറും ആർട്ടിലും ഒക്കെ പ്രതിഫലിച്ച ഒരു സാധനം, വളരെ പോസ്റ്റ് മോഡേൺ എന്ന് പറയുന്ന ഒരു, ഇപ്പോൾ ഈ അടുത്ത കാലം വരെ നമ്മൾ പോസ്റ്റ് മോഡേൺ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് നമ്മൾ പോസ്റ്റ് മോഡേൺ ആയത് 21st സെഞ്ചുറിയിലേക്ക് നമ്മൾ വന്നപ്പോൾ. പോസ്റ്റ് മോഡേണിസം നിലവിൽ മോഡേണിസം മുന്നോട്ട് വെച്ച അവകാശവാദങ്ങൾ, പ്രത്യേകിച്ച് ആറ്റം ബോംബിന് ശേഷമുള്ള, ന്യൂക്ലിയർ ഹോളോകാസ്റ്റിന് ശേഷമുള്ള ഒരു ലോകമാണെന്ന് ആലോചിക്കണം. പോസ്റ്റ് മോഡേണിസം എത്രത്തോളം മോഡേൺ ആയിരുന്നു അതിൻ്റെ 10 ഇരട്ടി മോഡേൺ ആണ് പോസ്റ്റ് മോഡേൺ. അങ്ങനെയാണ് ഒറ്റ അടുത്ത് വാക്കിൽ അതിനെ പറ്റി പറയാൻ പറ്റുക. പിന്നെ ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഒരു സോഷ്യൽ പൊളിറ്റിക്കൽ ഇസ്തറ്റിക് ഐഡിയോളജി. ബേസിക്കലി പോസ്റ്റ് മോഡേണിസത്തിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയോളജി എന്നുള്ളൊരു വലിയ കോൺസെപ്റ്റിലേക്ക് അത് വന്നു. സോഷ്യൽ പൊളിറ്റിക്കൽ ഈസ്തറ്റിക് ഡയമെൻഷൻസ് ഉണ്ടായിരുന്നു പോസ്റ്റ് മോഡേണിസത്തിന്. മോഡേണിസം ആർട്ടിൽ മാത്രം നിലനിന്നൊരു മൂവ്മെന്റ് ആണെങ്കിൽ പോസ്റ്റ് മോഡേണിസം ആർട്ടിൽ മാത്രമല്ല, ആർട്ടിന്റെ പുറത്തേക്ക്, കലയുടെ പുറത്തേക്ക് കൂടി പ്രസരിച്ചിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. അത് അഡ്വർടൈസ്മെന്റിലും ജീവിത രീതിയിലും ഒക്കെ ഈ പോസ്റ്റ് മോഡേൺ രീതികൾ പ്രതിഫലിച്ചിട്ടുണ്ട്. ലൈഫ് സ്റ്റൈലിലും ഫാഷനിലും എല്ലാം ഈ പോസ്റ്റ് മോഡേൺ കാര്യങ്ങൾ കാണും. സാഹിത്യത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാം, ലിറ്ററേച്ചറിൽ എടുത്ത് പറയുകയാണെങ്കിൽ പോസ്റ്റ് മോഡേണിസത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വി ഹാവ് എ സർജ് ഓഫ് തിയറീസ് ധാരാളമായിട്ട് വന്നു. അതിൽ സ്ട്രക്ചറലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം, ഡീകൺസ്ട്രക്ഷൻ, മാർക്സിയൻ റിവൈവൽ, പോസ്റ്റ് കൊളോണിയൽ ഫെമിനിസം, അങ്ങനെ ഒരുപാട് ഇപ്പോൾ നമ്മൾ LGBT തിയറീസ്, പിന്നെ എന്താ ഇനിയുണ്ട് ന്യൂ ഹിസ്റ്റോറിസിസം, അങ്ങനെ ഒരുപാട് പുതിയ മൂവ്മെന്റുകൾ, തിയറീസ് ധാരാളമായിട്ട് വന്നു. അപ്പോൾ ഒരു വളരെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഫേം ബാക്കിങ് അല്ലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ പോസ്റ്റ് മോഡേണിസത്തിനുണ്ട്. മാത്രമല്ല ട്രൂത്ത് എന്നുള്ളതിനെ നമ്മൾ വളരെ നിശിതമായിട്ട് പോസ്റ്റ് ട്രൂത്തിനെ പറ്റി പറയാൻ തുടങ്ങി. അതായത് നേരത്തെ നമ്മൾ വിചാരിച്ച ട്രൂത്ത് പറഞ്ഞാൽ ഒരു സാധനമാണ്, ഇതൊന്നല്ലാന്നും ട്രൂത്ത് തന്നെ പലതാണ് എന്ന് പറയുന്ന പോസ്റ്റ് ട്രൂത്ത് എന്ന സിറ്റുവേഷനിലേക്കൊക്കെ നമ്മൾ അങ്ങനെ പല സ്റ്റാൻഡ് പോയിന്റിലേക്ക് നമ്മൾ വരുന്ന ഒരു കാലഘട്ടമാണ് ഈ പോസ്റ്റ് മോഡേണിസം എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ ലെവലിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. Okay, so that's over. Yeah. Oh, വല്ലാത്തൊരു ഇതായി പോയി. So I hope you have understood all about this. ഇനി പ്രശാന്ത് എന്താ ചെയ്യുന്നത്? Yeah, I'll just be joining them. I'll stop my sharing. Yeah. Expressionism കഴിഞ്ഞപ്പോൾ പിന്നെ ഇംപ്രഷനിസം, സർറിയലിസം എടുത്തു അല്ലേ? സർറിയലിസം അതും കൂടി എടുത്തിട്ട് ഞാൻ തുടങ്ങാം. Persistence of memory എടുക്കാം. So I'll be sharing my screen after this. Just a second frame, I'll just be sharing, just copying this. Yeah. So the Prashant sir will over. Yeah, I'm sharing right now. Just a second. Yeah. Now we are ready. Yeah. All right. Now I'm ready to share. I actually plan to do 3 poems, but there is no time. I'll be just doing one and we'll move with that. Okay? Yes, it's come. Yeah. So I actually wanted to do poetry today.
But since Dr. Premanand and myself was struggling actually to communicate the idea of, this is Impressionist painting. You see how a painting which was earlier, ഒരു 50 കൊല്ലം മുന്നേ ആണെങ്കിൽ ഈ കൊടയും ഈ സ്ത്രീയുടെ മുഖവും ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണായിരുന്നു. ആകാശമൊക്കെ ശരിക്കും റിയലിസ്റ്റിക് പെയിന്റിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അതും കൂടി കാണിച്ചെന്നാലേ ഇതിന്റെ വ്യത്യാസം പറഞ്ഞാൽ മനസ്സിലാവുമായിരുന്നു. നോക്കട്ടെ, അവസാനം സമയം ഉണ്ടെങ്കിൽ ഞാൻ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പെയിന്റിങ് കാണിച്ചിരുന്നു. അപ്പൊ ഇതാണ് ഈ നമ്മൾ പറഞ്ഞ ഇംപ്രഷനിസ്റ്റിക് എന്ന് പറയുന്ന ഒരു പെയിന്റിങ്ങിന്റെ പ്രത്യേകത. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ, ഇത് ഈ ഒരു ഇംപ്രഷൻ എന്താണോ നമുക്ക് തോന്നിയത്, ഈ ഒരു സ്വപ്നമൊക്കെ ഇത്രയൊക്കെ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവും. ഒരു സ്വപ്നം കാണുമ്പോൾ നമുക്ക് പൂവുകൾ കാണൂല, കൃത്യമായിട്ട് അതിന് നിറം അറിയില്ല, ആകാശത്തിന് നിറം അറിയില്ല, രാത്രിയോ പകലോ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. സോ അതുപോലെ ഉള്ളൊരു അവസ്ഥയാണ്. ഇത് രണ്ടാമത്തെ എക്സ്പ്രഷനിസ്റ്റ് പെയിന്റിങ്. അതായത് ഈ സൺഫ്ലവർ എന്ന് പറയുന്ന വളരെ വിഖ്യാതമായ പെയിന്റിംഗ് ആണിത്. നിങ്ങൾ വിചാരിക്കും ഇത് ഇങ്ങനെ ഒരു പെയിന്റിങ്ങിനാണോ ഇത്ര പ്രശസ്തി? കോടിക്കണക്കിന് രൂപയിലുള്ള പെയിന്റിംഗ് ആണ്. അപ്പൊ ഇത് എക്സാമ്പിൾ ആണ്. ഇതിന്റെ ഔട്ടർ റിയാലിറ്റീനെ കംപ്ലീറ്റ് ആയിട്ട് മറച്ചു വെച്ചിരിക്കുന്നു. പകരം ഇന്നർ റിയാലിറ്റിയാണ്. ഉള്ളിൽ ഉള്ള ഈ വളരെ ഭംഗിയായിട്ട് നമ്മൾ പുറത്തേക്ക് കാണുന്ന സൺഫ്ലവറിന്റെ യഥാർത്ഥ അവസ്ഥ, ഉള്ളിലേക്കുള്ള അവസ്ഥയാണ് ഈ പെയിന്റിങ്ങിലൂടെ വാൻഗോഗ് വരച്ച് കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. വാൻഗോഗ് അറിയാലോ നിങ്ങൾക്ക്. വാൻഗോഗ് അദ്ദേഹത്തിന്റെ 5 പെയിന്റിങ്ങുകൾ 14 ഷില്ലിങ്ങിന്, ഒരു നേരത്തെ മദ്യപാനത്തിന് വേണ്ടിയിട്ട് 14 ഷില്ലിങ്ങിനാണ് വിറ്റത്. ആ ഒരു പെയിന്റ് 5 അതിന് ഒന്നിന് ഇന്ന് കോടിക്കണക്കിന് രൂപ വിലയുണ്ട്. അങ്ങനെ 5. അപ്പൊ ആ കാലത്ത് അങ്ങനത്തെ ഒക്കെ രീതിയാണ് വാൻഗോഗിന് ഉണ്ടായത്. ജീവിതവും ജീവിത അവസാനവും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇനി ഇത് ദാലിയുടെ ലോകത്തിലെ ഏറ്റവും വില പിടിച്ച പെയിന്റിംഗ് ആണ്. പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി. ഒന്നുമില്ല, കുറെ ക്ലോക്ക് ഇങ്ങനെ ഉരുകി ഒലിക്കുന്ന ചിത്രമാണ്. ഇതാണ് സർറിയലിസ്റ്റിക് പെയിന്റിംഗ്. സാൽവദോർ ദാലിയുടെ ലോക പ്രശസ്തമായ ഏറ്റവും വിലയുള്ള പെയിന്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ലോകത്തിലെ ഏറ്റവും വില പിടിച്ച ഒരു പെയിന്റിംഗ് ആണ് ദാലിയുടെ പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി. എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലൊന്നും പോയി വാങ്ങാനൊന്നും പറ്റൂല. അതിന് വില കൽപ്പിക്കുകയാണ്, ആരും വിൽക്കില്ല. ഇതിന്റെ ഒറിജിനൽ ഏതോ മ്യൂസിയത്തിലാണ് ഉള്ളത്, ലോർ മ്യൂസിയത്തിലാണ് തോന്നുന്നു എനിക്ക്, if I'm right. Okay, these are the examples I would like to show you on that. Okay, hope it has communicated. Now we just come to this particular poem. റിവിഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ എപ്പോഴെങ്കിലും ആരെയും റിവിഷൻ എടുത്തിട്ടുണ്ടോ എനിക്ക് അറിയില്ല. ഞങ്ങൾ റിവിഷൻ എടുക്കുക എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഇതിനെ പറ്റിയിട്ട്, കവിതയെ പറ്റി പറയും, ഒന്നും വിശദീകരിക്കില്ല. വിശദീകരിക്കാനുള്ള സമയം നമുക്കില്ല. ഈ ഒരു പോയം ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ പോയം ക്വസ്റ്റ്യൻ ആൻസർ തീർക്കും. 10 ഇല്ല, ഒരു 7 മിനിറ്റ് കൊണ്ട്. എന്നിട്ട് ചോദ്യം വേണ്ടേ അതുകൂടി എടുത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലേ പ്രേം? Is that okay? Yeah. That's okay. Yeah, you just look at the first paragraph. He was found by Bureau of Statistics to be one against whom there is no official complaint. And the look at the title, unknown citizen. And there is a number. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് ഈ ക്ലാസ് എടുക്കുമ്പോൾ, പല ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരെ നമ്പർ വിളിക്കുന്നു, നിങ്ങളെ ക്ലാസ്സിൽ നമ്പർ വിളിക്കുന്നു. അതിൻ്റെ അർത്ഥം വെച്ചാൽ നിങ്ങളുടെ ഐഡന്റിറ്റി, നിങ്ങളുടെ ഒരു പേര്, ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആ ക്ലാസ്സിൽ ചുരുക്കപ്പെടുകയാണ് ചെയ്യുന്നത്, ഒരു നമ്പറിലേക്ക് ചുരുക്കപ്പെടുന്നു. അപ്പോൾ ഈ ഒരു യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോൾ മേജറും അങ്ങനെ വലിയ വലിയ ആൾക്കാരുടെ പേരുകളും നമ്മൾ എഴുതപ്പെടുമെങ്കിലും സാധാ ആൾക്കാരെ, പട്ടാളക്കാർ, അതിന് കൂടെ സാധാരണക്കാരായ കുറേ പട്ടാളക്കാർ, അവരുടെ പേരൊന്നും എഴുതി ആരും പരാമർശിക്കില്ല. 1-ാം ലോകമഹായുദ്ധത്തിൽ മരിച്ച പട്ടാളക്കാരുടെ പേരൊന്നും ആർക്കും അറിയില്ല. പക്ഷെ അവരെ നയിച്ച നായകന്മാരുടെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ സിമിലർലി ദിസ് പെർട്ടിക്കുലർ സിറ്റിസൺ നമ്മളെ നാട്ടിൽ ജനിച്ച് ജീവിച്ച് മരിച്ച ഒരാളാണ്. അയാളുടെ പറ്റി ആർക്കും ഒന്നും അറിയില്ല. ഇത് വളരെ ഐറോണിക്കലായിട്ട് എഴുതപ്പെട്ട ഒരു കവിതയാണ്. ഹൈറണിയും അതുപോലെ തന്നെ ബ്ലാക്ക് ഹ്യൂമറുമാണ് ഒരു പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇയാൾ ആദ്യം വിശദീകരിക്കുന്നത് ഇയാൾ എങ്ങനെയത്തെ ആളാണ്. അപ്പോൾ എല്ലാ കണക്ക് നോക്കുമ്പോൾ വളരെ he has paid all his dues. He's an ordinary person, and at the same time he would go to the bar, he would have a small drink, and he would also pay his dues. And patram vaikyanannengil he was he worked in the factory, and the factory that he worked in, he never got fired, which means that he was a regular employee. There was no problem
in his work. There was no complaints about him. Then moving on to the poem, we have his reactions to the advertisements were very normal. The policies taken out in his name showed that he was fully insured. Then his health card shows that he was the once in the hospital, and he returned as a normal person. And he was very aware of the banking rules. He knew the installment plan, and he also, in his home, he had a fridge, a radio, a car, and a phonograph, a record player. So these are everything. So he had everything that was necessary for a modern man, and that he properly held opinions at the right place at the right time. And when there was peace, he was for peace. And when there was war, he went straight for war. There was no problem as to the way that he would react to anything. And he got married. He had 5 children, which, according to the population control expert, or to the Bureau of Statisticians, that this was very normal for a person like him. And the reports that that he never interfered with the education of their children. So he was a very normal person. He knew that the schools that his children went to were doing good. So the last end of it. Prashant, you have come back? Yeah, I'm back. Right. So the questions that he lived a very normal life. He was quite aware of the installment plan. അന്നത്തെ കാലത്ത് നമ്മളൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഇൻസ്റ്റാൾമെന്റ് പ്ലാൻ വളരെ പോപ്പുലർ ആയിരുന്നു. നമ്മളെ പോലത്തെ ആൾക്കാർക്ക്, ചെറിയ ശമ്പളമുള്ള ആൾക്കാർക്കൊക്കെ വലിയ സാധനങ്ങൾ വാങ്ങിക്കാൻ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഹൈ ഗ്രേഡ് ലിവിങ് അയാൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. മാത്രമല്ല കുട്ടികളുടെ എഡ്യൂക്കേഷനായിട്ട് അയാൾ ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ല, അവിടെ പോയി ബഹളം ഉണ്ടാക്കിയിട്ടില്ല. ആൻഡ് അൾട്ടിമേറ്റ്ലി യു ആസ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ, വാസ് ഹി ഫ്രീ, വാസ് ഹി ഹാപ്പി? Yeah, was he happy? Was he free? This question is absurd. Interestingly, the answer is, question is absurd. We would have certainly heard. അത് ഒരു ഇവരുടെ, അതായത് ഒരു നമ്മളുടെ ഒരു ഭരണകൂടത്തെ So whatever the rules that the government has applied, he is for it, in the sense that, I mean, he is not at all complaining. He doesn't complain. Now I think I'm back. Yeah. He doesn't complain. എൻ്റെ 5G കണക്ഷൻ ആണ് ഇപ്പൊ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 5G ഇവിടെ എത്തുമ്പോൾ ലേശം ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ നോവലിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്, വിച്ച് ഇസ് ഫൈനൽ. സോ ദ ക്വസ്റ്റ്യൻ ഈസ് അബ്സേർഡ് എന്ന് പറഞ്ഞാൽ ഈ ചോദ്യമാണ് തെറ്റ്. ഉത്തരം, നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാത്ത ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഉത്തരം ഇല്ല, പക്ഷെ ചോദ്യം തെറ്റാണ് എന്ന് പറയുന്ന ഒരു രീതിയാണ് സർക്കാർ അല്ലെങ്കിൽ ഗവൺമെന്റ് പലപ്പോഴും എടുക്കുക. ഹാഡ് എനിത്തിങ് ബീൻ റോങ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം ചോദിച്ചാൽ, എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇത് കേൾക്കുമായിരുന്നു ആദ്യമേ. ഞങ്ങൾ ഇതുവരെ ഒന്നും കേട്ടിട്ടില്ല, അതുകൊണ്ട് എന്താ അർത്ഥം? കുഴപ്പമൊന്നുമില്ല. സി, വെൻ എൻ ഇൻഡിവിജ്വൽ കനോട്ട് ആൻസർ, ഇറ്റ് ഈസ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. നിങ്ങളോട് ഞാൻ ഈ ക്ലാസ് കഴിയുമ്പോൾ ചോദിക്കുക ആർക്കും എന്തെങ്കിലും സംശയം ഉണ്ടോന്ന്. അപ്പൊ നിങ്ങൾ ആരും ഒന്നും ചോദിച്ചില്ല. അപ്പൊ ഞാൻ ഉടനെ കൺക്ലൂഡ് ചെയ്യുന്ന എന്താണ്? ക്ലാസ് അടിപൊളിയായിരുന്നു, കാരണം ആർക്കും ചോദ്യമൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവാം, ഞാൻ കേൾക്കായിട്ടായിരിക്കാം, എന്നാലും എൻ്റെ കൺക്ലൂഷൻ എപ്പോഴും അങ്ങനെയാണ്. സി ഹൗ ദ ഗവൺമെന്റ്, ടോട്ടലിറ്റേറിയൻ ഗവൺമെന്റ്, പ്രത്യേകിച്ച് ഒരു ഹിറ്റ്ലറിയൻ ഭരണകൂടം പോലത്തെ ഒരു ഭരണകൂടം ആളുകളുടെ സൈലൻസിനെ അവർ അഡ്വാൻറ്റേജ് ആയിട്ട് വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള നോഷൻ. സോ വിൽ ജസ്റ്റ് മൂവ് ടു ക്വസ്റ്റ്യൻസ്. ഇതാണ് ഇതിലെ ക്വസ്റ്റ്യൻസ്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ തീർത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്വിക്കായിട്ട് 2 പോയോട് തീർക്കാം നാളെ സമയമുണ്ടെങ്കിൽ. പിന്നെ ഈ ഒരു നാടകം, അതിനെപ്പറ്റി കുറച്ച് പറയാം. അബ്സേർഡ് നാടകമാണ്. അബ്സേർഡിറ്റിയെ പറ്റി കുറച്ച് പോയിന്റ്സ് ഒക്കെ അപ്പോൾ പറയാം. കുറച്ച് സ്ലൈഡുകളൊക്കെ കാണിക്കാം. അബ്സേർഡിറ്റി നാളെ ഞാൻ ഒന്നുകൂടെ റിവൈസ് ചെയ്യും. മറ്റതൊന്നും റിവൈസ് ചെയ്യില്ല, നിങ്ങൾ കണ്ടുപിടിച്ചോളാം, കാരണം നമുക്ക് അത്ര കുറച്ച് സമയം ഇപ്പോൾ കിട്ടുന്നുള്ളൂ, അതുകൊണ്ടാണ്. തീം ഓഫ് ദ പോയം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. തീം ഓഫ് ദ പോയം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ എഴുതുക? നിങ്ങൾ ഈ പോയം പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ടൈറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ ഹൗ അൺനോൺ എന്നും സിറ്റിസൺ എന്നും എക്സ്പ്ലെയിൻ ചെയ്യണം. പോയം സറ്റയർ ആണ്. the form of the poem is there is satire dealing with എന്താണ് തീം?
Yeah. Can you tell me what the theme is? Anybody can type. നോക്കാൻ നമുക്ക് സൗകര്യം ഉണ്ടോ പ്രേം? Yeah. തീം ഒരു ഒറ്റ ഒന്നോ രണ്ടോ വാക്കിൽ എഴുതണം. സെന്റൻസിൽ എഴുതേണ്ട ആവശ്യമില്ല. പരീക്ഷയ്ക്ക് നിങ്ങൾ സെന്റൻസിൽ എഴുതണം. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒരു 2 വാക്ക് എഴുതിയാൽ അടിച്ചാൽ മതി. അതെ, എന്തെങ്കിലും ഒരു ത്രില്ല് വേണ്ടേ അല്ലേ? അതെ. അവർക്കത് അറിയില്ലേ? തീം അത് പോയാൽ വരുന്നില്ല. പഠിച്ചിട്ടില്ലേ? പഠിക്കാൻ സമയമായല്ലോ. അബ്സർഡിറ്റി ആണോ? അല്ല, അബ്സർഡിറ്റി നോക്കട്ടെ. തെറ്റാന്ന് പറയാൻ വയ്യ. It's a satire on the bureaucratic society. Yeah, satire on bureaucratic society. Yeah, true. വരുന്നുണ്ട്. അപ്പൊ എനിക്ക് അവരുടെ അടുത്ത് എത്തുന്നേ ഉള്ളൂ. ബ്യൂറോക്രാറ്റിക് സൊസൈറ്റി എന്താന്ന് ഈ അടിച്ച ആൾക്ക് അറിയാവോ? നല്ലോണം എഴുതിയിരിക്കുന്നത്. ഹന്നാബൂബക്കർ സറ്റാരിക് എഴുതിയിട്ടുള്ളൂ. അപ്പൊ ആയിട്ടില്ല. ബ്യൂറോക്രാറ്റിക് സൊസൈറ്റി എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥ. Conformity is promoted instead of individuality. Yes. Okay. Okay, that's your student Malavika. Satire on government. Machinery rather. ആ വേർഡ്സും കൂടി ശ്രദ്ധിക്കണേ പ്രശാന്ത് സാർ പറയും ബോസ്. ജുമാന, satire on government machinery. Bureaucratic machinery. നിങ്ങൾ ചാർലി ചാപ്ലിന്റെ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ അതല്ല മോഡേൺ ടൈംസ് കണ്ടിട്ടില്ലേ? അതിൽ ചാപ്ലിൻ ഈ യന്ത്രത്തിനുള്ളിൽ കുടുങ്ങിയിട്ട് ഇങ്ങനെ പോകുന്നൊരു രംഗമുണ്ട്. കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ ഈ കവിതയായിട്ട് ചേർത്ത് വായിക്കാവുന്നതാണ്. ഇതിൽ ഇവര് ബുക്കിൽ എഴുതിയിരിക്കുന്ന is a satire on the bureaucratic society where the individual is reduced to a cipher. Yeah, cipher എന്ന് പറഞ്ഞാൽ zero. Big zero. Gauri Lakshmi, satisfying bureaucratic society and the poet shows the citizen doesn't have an individuality. Yes, individuality illa. Collective ആയിട്ട് മാത്രമേ ഉള്ളൂ. You are taken as a collective whole. ക്ലാസ്സിലൊക്കെ അങ്ങനെയല്ലേ? നിങ്ങൾ 1, 2, 4, 10 എന്നൊക്കെ പറഞ്ഞ അവസാനം 25 കുട്ടികളോ അല്ലെ 50 കുട്ടികളാണ്. അപ്പൊ 50 പേരുടെ ഒരു ലോട്ടായിട്ടാണ് നിങ്ങൾ എടുക്കുന്നത്. അതിൽ ഇൻഡിവിജ്വലിന് വലിയ പ്രാധാന്യം ഇല്ല. നിങ്ങൾ എത്ര നല്ല ആളാണെങ്കിലും ഈ കവിത വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇയാൾ ഒരു എക്സെപ്ഷണലി ഗുഡ് ആയിട്ടുള്ള ആളാണ്. എന്നാൽ പോലും ഹി ഈസ് കൗണ്ടഡ് എമംഗ് ദ അതർ ലോട്ട്. ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ്. ഒന്ന് സെയിന്റ് എന്നുള്ള എക്സ്പ്രഷൻ ആണ്. നമ്മൾ പലപ്പോഴും പറയുന്നത്, നമ്മളിപ്പോൾ മദ്യപാനിക്കുന്ന ഒരു ഗ്രൂപ്പിൽ ഒരാൾ പറയുക എനിക്ക് മദ്യം വേണ്ടാന്ന്. ഉടനെ നമ്മൾ ചോദിക്കുന്നത് നീ എന്താ മഹാത്മാഗാന്ധിയാണോ? മഹാത്മാഗാന്ധി ഇയാൾ ഒരിക്കലും ആവില്ല നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് എക്സാജറേഷൻ ആണ്. അതാണ് സെയിന്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഈ കാലത്ത് ചെറിയൊരു നന്മ ചെയ്യുമ്പോൾ ആൾക്കാരെ സെയിന്റ് എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുക. സെയിന്റ് എന്നാൽ യഥാർത്ഥത്തിൽ ഒരു സെയിന്റ് ആവണമെങ്കിൽ അയാൾ ഒരുപാട് ത്യാഗം ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള ഭയങ്കര പൺ നിറഞ്ഞ അല്ലെങ്കിൽ വളരെയധികം സെറ്റാരിക്കൽ ആയിട്ടുള്ള ധാരാളം എക്സ്പ്രഷൻസ് ഈ കവിതയിലുണ്ട്. അതിന്റെ അവസാന ഭാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ചോദ്യമാണ് പരീക്ഷയ്ക്ക് എപ്പോഴും വരിക. അതുപോലെ തന്നെ തീം, ടൈറ്റിൽ, അതുപോലത്തെ ചോദ്യങ്ങളും പാരഗ്രാഫ് ക്വസ്റ്റ്യൻ, എസ്സേ ക്വസ്റ്റ്യൻ കൂടെ ഞാൻ കാണിക്കാം. ഇത് പാരഗ്രാഫ് ആയിട്ടും എസ്സേ ആയിട്ടും ചോദിക്കാം. ഒരു ചോദ്യം ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക്. ഐദർ എ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഓർ എസ്സേ ക്വസ്റ്റ്യൻ. അത് നന്നായിട്ട് വായിക്കുക. സംശയങ്ങൾ എന്തുണ്ടെങ്കിൽ ചോദിക്കാം. നാളെ ഒരു ദിവസം കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. സോ യു ക്യാൻ ടൈപ്പ് യുവർ ക്വസ്റ്റ്യൻസ് ഇഫ് യു റിക്വയർ എനി help. All right. Yeah. So with that we wind up today's session. It's already 39 10 minutes excess. Any questions you would like, you can put. So otherwise we'll call it a day. So thank you all for coming in. Nale we will be looking into Virginia Woolf's How One Should Read a Book, Arabi, Rocking Horse, Dumbwaiter. I mean, this is what we'll try to finish. അതിൽ what I am thinking is പ്രശാന്ത് സാറിനെ ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കട്ടെ. രാവിലെ ചിലപ്പോൾ we might take a recording so that you will be able to see that also. വേറെ ഒരു വഴിയില്ല. പ്രശാന്ത് സാറിനെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. ബട്ട് ലെറ്റ് മീ try this for you all. Anyway,
നിങ്ങളുടെ ലൈക്കും ഡിസ്ലൈക്കും നിങ്ങൾ ചെയ്തിട്ടേ പോവാവൂ. കാരണം that will depend only because of that others will be able to see this. And so thank you very much and good night. Yeah, good night. Have a sleepless night as well because exams are in here. നാളെ ഉറങ്ങാം, ഇന്ന് ഉറങ്ങണ്ട. നാളെ ഉറങ്ങാൻ പറ്റില്ല, നാളെ ഇതിനെക്കാട്ടും അപ്പുറമല്ല, മെത്തഡോളജിയാ. നാളെ ഒരു സുഖമായിട്ട് ഉറങ്ങട്ടെ. മറ്റന്നാള് ബ്ലോസം അല്ലേ എക്സാം? ഓക്കെ ഓക്കെ. നാളെ സുഖമായിട്ട് കിടന്നുറങ്ങാം. ഇന്ന് രാത്രി കുറച്ചു നേരമൊക്കെ ഇരുന്ന് വായിക്കുക. നാളെ എന്തായാലും ഉറക്കൊഴിയണ്ട.